ഇറ്റ്സ് അബൌട്ട് എക്കോസിസ്റ്റം എനർജറ്റിക്സിനെ കുറിച്ചാണ്. ഇവിടെ നമുക്ക് നോക്കേണ്ട കാര്യങ്ങൾ ഇറ്റ്സ് അബൌട്ട് ദി എനർജി ഫ്ലോ ആൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ കുറിച്ച് നോക്കണം. ഒരു സാധാരണ ഒരു ഷോർട്ട് ആൻസർ അല്ലെങ്കിൽ എസ്സേ വരെ വരാറുണ്ട് ഈ ഒരു ടോപ്പിക്കിന്. പണ്ട് എക്കോസിസ്റ്റം ആസ് എ സൈബർനെറ്റിക്സ് എന്നൊരു ടോപ്പിക് ഉണ്ടായിരുന്നു, ഇപ്പം അതില്ല. ബട്ട് എന്നാലും നോക്കിയിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എനർജി ഫ്ലോ, എങ്ങനെയാണ് എനർജി ഫ്ലോ ചെയ്യുന്നത് നമ്മുടെ സിസ്റ്റത്തിലൂടെ? വി ഓൾറെഡി നോ ദാറ്റ് ഹൗ ഇറ്റ് ഫ്ലോസ്. എങ്ങനെയാണ് പോകുന്നത് എനർജി? രണ്ട് മെക്കാനിസം വഴിയാണ് ചെയ്യുന്നത് അല്ലേ? ഏതൊക്കെയാ? ഇറ്റ്സ് എ ഫുഡ് ചെയിൻ ആൻഡ് ഫുഡ് വെബ് എന്ന് പറഞ്ഞിട്ടുള്ള മെക്കാനിസം വഴിയാണ് എനർജി ദാറ്റ് ഗോസ്. ഫ്രം വേർ ഡു വി ഗെറ്റ് ദിസ് എനർജി? ഞാൻ പറഞ്ഞത് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, സോ വേർ ഡു വി ഗെറ്റ് ദിസ് എനർജി ഫ്രം? ഭൂമിയിൽ എനർജി എങ്ങനെയാണ് കിട്ടുന്നത്? ഹലോ, പോയോ? എനിബഡി? വിവേക്? ഫുഡ് അല്ല, ഫുഡ് വഴി നമുക്കാണ് എനർജി കിട്ടുന്നത്. ഹൗ ഡസ് ദി സോളാർ പ്ലാനറ്റ്? എനർജി. യെസ്, സോളാർ എനർജി, സണ്ണിൽ നിന്നാണ്. അവർ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് എനർജി എന്ന് പറഞ്ഞ സണ്ണാണ് അല്ലേ? ആ എനർജി ആരാ ക്യാപ്ചർ ചെയ്യുന്നത്? ഇറ്റ് ഇസ് ക്യാപ്ചർഡ് ബൈ എ പ്രോസസ് നോൺ ആസ് ഫോട്ടോസിന്തസിസ് അല്ലേ? പ്രധാനമായിട്ടും ഫോട്ടോസിന്തസിസ് ആണ്. ഓട്ടോട്രോപ്സ് എന്നിട്ടൊരു ഗ്രൂപ്പ് ഉണ്ട്. രണ്ട് രീതിയിലാണ് എനർജി ക്യാപ്ചർ ചെയ്യുന്നത്, ഐദർ ത്രൂ ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ ത്രൂ കീമോസിന്തസിസ് അല്ലേ? ഈ രണ്ട് മാർഗം വഴിയാണ് സാധാരണ എനർജി ക്യാപ്ചർ. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാന്നുള്ള ഉദ്ദേശമേ ഉള്ളൂ. ഒരുപാട് പേരൊന്നും ഇല്ല, ആകെ ഞാനടക്കം 10 പേരേ ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ പിന്നെ ഡീറ്റെയിൽസിലോട്ട് പോകുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ഒരു ഓവർവ്യൂ പറഞ്ഞുതരാം. നിങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് നോക്കാനുള്ള ഈ പറഞ്ഞ എനർജി ഫ്ലോനെ കുറിച്ചാണ്. സോ യു ഗെറ്റ് ദി എനർജി ഫ്രം ദി സൺ. സണ്ണിൽ നിന്നാണ് നമുക്ക് എനർജി കിട്ടുന്നത്. സിസ്റ്റം ഇസ് എ ക്ലോസ്ഡ് സിസ്റ്റം. നമ്മൾ യൂണിവേഴ്സിനെയാണ് സിസ്റ്റം ആക്കി എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ക്ലോസ് സിസ്റ്റം ആണ്. എന്നാൽ ഇഫ് യു ടേക്ക് ദി എർത്ത് മാത്രം എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് എൻ ഓപ്പൺ സിസ്റ്റം, ബിക്കോസ് എനർജി കംസ് ഫ്രം ദി ഔട്ട്സൈഡ് ഓഫ് എർത്ത്. ഓക്കെ, പ്ലാനറ്റ്സിന് നമുക്ക് വേറെ വേറെ സെപ്പറേറ്റ് ക്ലോസ്ഡ് സിസ്റ്റം ആക്കാൻ വേണമെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ ഇരിക്കാം. ബട്ട് എനർജി കംസ് ത്രൂ സൺ. അങ്ങനെ വരുന്ന സമയത്ത് ഇറ്റ് ഇസ് എൻ ഓപ്പൺ സിസ്റ്റം. അതർവൈസ് യൂണിവേഴ്സ് ആസ് സച്ച് അതിനകത്ത് എനർജി വരുന്നത് ഇസ് ഫ്രം ദി ഡെഫിനിറ്റ് സോഴ്സുകളിൽ നിന്ന് എനർജി വരുന്നുണ്ട്. ആ എനർജി പലയിടത്തോട്ടായിട്ട് കൺവേർട്ട് ചെയ്ത് പോകുന്ന ഒരു കണ്ടീഷനാണ്. ഇനി അതിലോട്ട് നമ്മൾ പോകുന്നില്ല. വിൽ കം ഇൻ ടു എർത്ത് ആസ് ആൻ എക്കോസിസ്റ്റം. അങ്ങനെ വരികയാണെങ്കിൽ അവിടെ സോളാർ എനർജി ഉണ്ട്. ആ സോളാർ എനർജി ഈസ് ആക്ച്വലി ക്യാപ്ചേർഡ് ബൈ ദി പ്ലാന്റ്സ്. ഈ പ്ലാന്റ്സ് ക്യാപ്ചർ ചെയ്യുന്നത് അത് പ്രൊഡ്യൂസർ എന്നുള്ള ലെവലാണ്. പ്ലാന്റ്സ് ആവാം, അല്ലെങ്കിൽ കീമോട്രോപ്സ് ഉണ്ട്, ബാക്ടീരിയ അതുപോലെ പ്രോട്ടോസോവൻസിലൊക്കെ വരുന്ന രീതിയിലുള്ള കീമോ ഓട്ടോട്രോപ്സ് ഉണ്ട്. ഓക്കെ, അവരുണ്ട്. അപ്പോൾ രണ്ട് രീതിയിലുള്ള പ്രോസസ്, പ്രധാനമായിട്ടും ഫോട്ടോസിന്തസിസ് ആണ്. അതിൽ നിന്നുള്ള എനർജി പിന്നീട് അടുത്ത ലെവലിലുള്ള ആൾക്കാർ, അതിന് ട്രോഫിക് ലെവൽസ് എന്നാ പറയുക. എനർജി ബേസ് ചെയ്തിട്ടാണ് ആ ലെവൽസ് തന്നെ പറയുന്നത്. യു ഹാവ് സെക്കൻഡ് ട്രോഫിക് ലെവൽ, തേർഡ് ആൻഡ് ഫോർത്ത് ട്രോഫിക് ലെവലിൽ they actually utilize this energy captured by the producers plants. ഓക്കെ, അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്ത് പോവുകയാണ്. ആൻഡ് അവസാനം ദി കാർണിവോർ അല്ലെങ്കിൽ ഈ പറഞ്ഞ ആൾക്കാരെല്ലാം ഇൻക്ലൂഡിങ് പ്ലാന്റ്, ദേ ഡൈ ആൻഡ് റിട്ടേൺ ദിസ് എനർജി ആൻഡ് മാറ്റർ ബാക്ക് ടു ദി സോയിൽ. ഓക്കെ, സോയിൽ ഓർ വാട്ടർ, വാട്ട് എവർ, ഡീകമ്പോസിങ് ആയിട്ടുള്ള മാറ്ററിലോട്ട് വരിക. അപ്പോൾ രണ്ട് രീതിയിലുള്ള ഫുഡ് ചെയിൻ നമുക്ക് ഇവിടെ തന്നെ പറയാൻ പറ്റും. ഒന്ന് ഈ പറഞ്ഞ ഗ്രേസേഴ്സ് വരുന്ന അല്ലെങ്കിൽ ഹെർബിവോർസ് വരുന്ന രീതിയിലുള്ള ഫുഡ് ചെയിൻ ഉണ്ട്. പിന്നെ ഡെത്ത് ആൻഡ് ഡീകെ സംഭവിക്കുന്ന രീതിയിലുള്ള ഡീകമ്പോസേഴ്സ് വരുന്ന രീതിയിലുള്ള ഡെട്രിവോറസ് ആയിട്ടുള്ള ഫുഡ് ചെയിൻ ഉണ്ട്. ഗ്രേസിംഗ് ആയിട്ടുള്ള ഫുഡ് ചെയിനും ഉണ്ട്, അതുപോലെ ഡെട്രിവോറസ് ആയിട്ടുള്ള ഫുഡ് ചെയിൻ ഉണ്ട്. അങ്ങനെ രണ്ട് രീതിയിലുള്ള ഫുഡ് ചെയിൻ നമുക്കിവിടെ കാണാൻ പറ്റും. അതൊന്ന്. പിന്നെ ഇതിനെ ഈ പറഞ്ഞ സണ്ണിലെ എനർജി ഡയറക്റ്റ്ലി അങ്ങ് പ്ലാന്റ് കംപ്ലീറ്റ് എനർജി എടുക്കത്തൊന്നുമില്ല. സണ്ണിൽ നിന്ന് വരുന്ന എനർജി എർത്തിൽ അറ്റ്മോസ്ഫിയർ ചൂടാവുന്നുണ്ട്, എർത്തിലുള്ള സർഫേസുകൾ ചൂടാവും, അതുപോലെ വാട്ടർ ചൂടാവും. ഓൾമോസ്റ്റ് 80% വി ആർ കവേർഡ് വിത്ത് വാട്ടർ. അപ്പം അങ്ങനെ വരുന്ന രീതിയിലുള്ള റീജിയനിലെല്ലാം അവിടെ ഈ പറഞ്ഞ പോലെ ഹീറ്റ് ലോസ് ഉണ്ട്, ഒരുപാട് ഹീറ്റ് ലോസ് ഉണ്ട്. വളരെ കുറച്ച് ശതമാനം മാത്രമാണ് ഈ പ്ലാന്റ്സ് ക്യാപ്ചർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ ഓട്ടോട്രോപ്സ് ക്യാപ്ചർ ചെയ്യുന്നത്. അവർ ക്യാപ്ചർ ചെയ്യുന്നതിൽ തന്നെ ഇറ്റ് വിൽ ബി ഹീറ്റ് ഇൻ ദി ഫോം ആർന്ന് കാണിച്ചിരിക്കുന്നത്, ഇവിടെ ആർന്ന് കാണിച്ചിട്ട് പിക്ചർ, ദാറ്റ് ഇസ് ഇൻ ദി ഫോം ഓഫ് റെസ്പിറേഷൻ. ഈ പറഞ്ഞ പ്ലാന്റ്സ് ദേ യൂസ് സം എനർജി ഫോർ ദിയർ റെസ്പിറേഷൻ. എല്ലാ ഈ പറഞ്ഞ ക്യാപ്ചർ ചെയ്യുന്ന കംപ്ലീറ്റ്ലി എനർജി ഫുഡാക്കി മാറ്റുകയോ അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുകയോ അല്ല പ്ലാന്റ് ചെയ്യുന്നത്.
അങ്ങനെ ഒരിക്കലും ഉണ്ടാവുന്നില്ല. കുറേ ലോസ് ഉണ്ടാവുന്നുണ്ട്, റെസ്പിറേഷൻ വഴി ലോസ് ഉണ്ടാവുന്നുണ്ട്. പിന്നെ അത് വീണ്ടും അടുത്ത ആൾക്കുള്ള ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തും എഗെയിൻ ഈ പറഞ്ഞ ലോസ് ഓഫ് ഹീറ്റ് ഉണ്ട്, എനർജി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട് ആ ആനിമൾ റെസ്പയർ ചെയ്യുന്നുണ്ട്. അങ്ങനെ 10% വെച്ചൊരു ലോ ഉണ്ട്, അതും നമുക്ക് ഇവിടെ നോക്കാനുള്ളതാണ്. സോ എനർജി ലോസ് ഉണ്ട്, പ്രധാനമായിട്ടും റെസ്പിറേഷൻ ആണ്. അതല്ലാതെ ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ വർക്ക് മെറ്റബോളിസം വഴിയും ഈ പറഞ്ഞ എനർജി ലോസ് എല്ലാ ട്രോഫിക് ലെവലിലും കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് എനർജി ട്രാൻസ്ഫർ നടക്കുന്നുണ്ട്, ഒരു പോർഷൻ മാത്രമാണ് ട്രാൻസ്ഫർ ചെയ്ത് നടക്കുന്നത്. അതിൽ ആ സി എന്ന് പറഞ്ഞത് കൺസെപ്ഷൻ ബൈ ഓർഗാനിസം അറ്റ് ഹയർ ട്രോഫിക് ലെവലാണ് സി എന്ന് കാണിച്ചിരിക്കുന്നത്. ഇ എന്ന് പറഞ്ഞ എനർജി ലോസ് ഫ്രം ഗ്രേസിംഗ് ഫുഡ് ചെയിനിൽ ഉണ്ടാവുന്ന എനർജി ലോസിനാണ് ഇ എന്ന് കാണിച്ചിരിക്കുന്നത്. ഫുഡ് ചെയിൻ ടു ഡെട്രിവോറസ് അല്ലെങ്കിൽ ഡീകമ്പോസ്, ഗ്രേസിംഗ് ഫുഡ് ചെയിനിന് ഡീകമ്പോസ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവുന്ന എനർജി ലോസ് ആണ് അവിടെ കാണിച്ചത്. അപ്പോൾ എനർജി ലോസ് പലയിടത്തും ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് യു ഷുഡ് നോ അബൌട്ട് 2 ലോസ്, പ്രധാനമായിട്ടും 2 ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് അറിഞ്ഞിരിക്കുന്നത്. ഓക്കെ, സോ വെൻ യു ലുക്ക് ഇൻ ടു ദി ഫുഡ് ചെയിൻ യു ഹാവ് ഈ പറഞ്ഞ ഫസ്റ്റ് ട്രോഫിക് ലെവൽ ഉണ്ട്, സെക്കൻഡ് ട്രോഫിക് ലെവൽ, തേർഡ് ആൻഡ് ഫോർത്ത്, അങ്ങനെ പോകുന്ന രീതിയിൽ ട്രോഫിക് ലെവൽസ് ഉണ്ട്. പ്രധാനമായിട്ടും ഫസ്റ്റ് ട്രോഫിക് ലെവലിൽ യൂഷ്വലി കാണുന്നത് പ്ലാന്റ്സ് ആണ്. അതിന് മേലെ യു ഹാവ് ഹെർബിവോർസ്, ഫസ്റ്റ് കാർണിവോർ, സെക്കൻഡ് കാർണിവോർ, അല്ലെങ്കിൽ പ്രൈമറി കാർണിവോർ ആൻഡ് സെക്കൻഡറി കാർണിവോർ എന്ന രീതിയിലുള്ള കാണാൻ പറ്റും. അതുമായി ബന്ധപ്പെട്ടിട്ട് എനർജി ഫുഡ് പിരമിഡ്സിനെ കുറിച്ച് ആരോ സെമിനാർ എടുത്തതായി ഞാൻ ഓർക്കുന്നു, അങ്ങനെ ഒരു ഫുഡ് ചെയിനെ കുറിച്ച്. ഓക്കെ, അപ്പോൾ എനർജി ഏറ്റവും കൂടുതൽ ക്യാപ്ചർ ചെയ്യുന്നത് പ്ലാന്റ്സ് ആണ്. അവർക്ക് കിട്ടുന്ന ഒരുപാട് എനർജി ഉണ്ട്, അതിലൊരു പോർഷൻ മാത്രമാണ് അവർ ക്യാപ്ചർ ചെയ്യാൻ അവർക്ക് പറ്റുന്നത്. ഓക്കെ, ആ ക്യാപ്ചർ ചെയ്തതിൽ ജസ്റ്റ് 10% മാത്രമാണ് അടുത്ത ലെവലിലോട്ട് പോകുന്നത്. അതിൻ്റെ 10% ആണ് അടുത്ത ലെവലിലോട്ട് പോകുന്ന രീതിയിൽ ഒരു 10% ലോ ഉണ്ട്, ലിൻ ബാൻഡ്. ഓക്കെ, അത് ഓർത്ത് വെക്കണം. ഈ പ്രോസസ്സിന്റെ ഭാഗമായിട്ട് യു ഹാവ് ഇൻജക്ഷൻ എന്ന് പറഞ്ഞാൽ ദി ഓർഗാനിസം ഫുഡ് ഇൻടേക്ക് എടുക്കുന്ന ആ ഒരു പ്രോസസ്സ് നമ്മൾ വിളിക്കുന്നത് ഇൻടേക്ക് ഓഫ് എനർജി. അതാണ് ഈ പറഞ്ഞ ഇൻജക്ഷൻ എന്ന് പറയുന്നത്. ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ പറയുകയാണെങ്കിൽ ഇൻജക്ഷൻ എന്ന് പറഞ്ഞാൽ ഫുഡ് കഴിക്കുക എന്നാണ്. ബട്ട് ഞാൻ പറഞ്ഞ ജനറൽ ആയിട്ടുള്ള ആ എനർജി പ്രോസസ്സിനെ കുറിച്ചാണ്. അവിടെ ഇൻജക്ഷൻ ഉണ്ട്. ആ ഇൻജസ്റ്റ് ചെയ്ത ഫുഡിൽ നിന്ന് എന്താണോ ഈ പറഞ്ഞ പ്ലാന്റിന്, ആനിമലിന്, അല്ലെങ്കിൽ ഈ പറഞ്ഞ മറ്റു ഓർഗാനിസത്തിന് എങ്ങനെയാണോ അതിൽ നിന്ന് എത്ര അബ്സോർബ് ചെയ്യാൻ പറ്റും ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് അസിമിലേഷൻ. അപ്പോൾ പ്ലാന്റിന്റെ കേസിൽ അസിമിലേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിൽ ഫോട്ടോസിന്തസിസ് അടക്കം വരുന്ന പ്രോസസ്സാണ് ഈ പറഞ്ഞ അസിമിലേഷനിൽ വരുന്നത്. ഓക്കെ, നമ്മുടെ കേസിൽ അസിമിലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിച്ചിട്ടുള്ള ഭക്ഷണത്തിന്റെ ഏത് പോർഷനാണ് നമ്മൾ അബ്സോർബ് ചെയ്യുന്നത്, ബാക്കി വേസ്റ്റ് ആയിട്ട് പോകും. അതാണ് ഈ 2 പ്രോസസ്സുകൾ. ഒന്ന് എക്സ്ക്രീഷൻ വഴി പോകും, ബാക്കി പ്രോസസ്സ് നമ്മളവിടെ റീറ്റെയിൻ ചെയ്യും. ആ റീറ്റെയിൻ ചെയ്യുന്ന പോർഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. ആ അസിമിലേറ്റഡ് ആയിട്ടുള്ള പോർഷനിൽ നിന്ന് വി വിൽ നമ്മൾ ഗ്രോ, സ്റ്റോറേജ് ആൻഡ് റിപ്രൊഡക്ഷന് വേണ്ടി കുറച്ച് എനർജി യൂസ് ചെയ്യും. ഒരു പോർഷൻ റെസ്പിറേഷൻ യൂസ് ചെയ്യും, മെറ്റബോളിക് ആക്ടിവിറ്റീസ് യൂസ് ചെയ്യും, ബോഡിയുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് വർക്ക് ചെയ്യാനും, ഇൻക്ലൂഡിങ് റെസ്പിറേഷൻ ആണ് അതിൽ പ്രധാനമായിട്ടും എനർജി യൂസ് ചെയ്യുന്നത്. ബാക്കി വരുന്ന പോർഷനാണ് നമ്മുടെ ശരീരത്തിന് വളർത്താനും സ്റ്റോർ ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ പ്രൊഡക്ഷൻ എന്ന് പറയുക. അപ്പോൾ പ്രൊഡക്ഷൻ ഉണ്ട്, അസിമിലേഷൻ ഉണ്ട്, ഇൻജക്ഷൻ ഉണ്ട്. അപ്പോൾ കഴിക്കുന്ന ഭക്ഷണം മൊത്തം നമ്മൾ അസിമിലേറ്റ് ചെയ്യുന്നില്ല, അതിൽ കുറച്ച് എക്സ്ക്രീഷൻ എന്ന പോർഷൻ പോകും. ഇനി അസിമിലേറ്റ് ചെയ്ത അതിന് അബ്സോർബ് ചെയ്ത പോർഷനിൽ നിന്ന് കുറച്ച് നമ്മൾ റെസ്പിറേഷന് വേണ്ടി എനർജി യൂസ് ചെയ്യും, കുറച്ച് നമ്മുടെ പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യും. ആ പ്രൊഡക്ഷനാണ് ഇവിടെ പ്രധാനമായിട്ടും നമ്മളെ അളവ് പോലെ ഈ പറഞ്ഞ എനർജി അടുത്ത ലെവലിലോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ സഹായിക്കുന്നത് ഈ പറഞ്ഞ പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന എനർജിയാണ്. ഓക്കെ, ആ എനർജിയാണ് അടുത്ത ട്രോഫിക് ലെവലിന് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ് ഇവിടെ പ്രധാനമായിട്ട് ചോദിക്കുന്നത്. 2 ലോ ആണ് പ്രധാനമായിട്ട് നോക്കുന്നത്. സോ എനർജി ഇസ് ഇൻഡീഡ് നീഡഡ് ഫോർ ഓൾ ബയോളജിക്കൽ ആക്ടിവിറ്റീസ്. എല്ലാ ബയോളജിക്കൽ ആക്ടിവിറ്റീസും നടക്കാൻ വേണ്ടിയിട്ട് യു നീഡ് എനർജി. ഓക്കെ, വി നീഡ് എനർജി, പ്ലാന്റ്സ് നീഡ് എനർജി, എല്ലാവർക്കും എനർജി വേണം. ദ ഓൺലി സോഴ്സ് ഓഫ് എനർജി ഇസ് ദ സൺ, നമ്മുടെ പ്രധാനമായിട്ടുള്ള പ്രൈമറി സോഴ്സ്. ഓക്കെ, ആദ്യം സണ്ണിലേക്ക് നമുക്ക് എനർജി ഇല്ല, അതാണ് അവസ്ഥ. ഓക്കെ, സോ ദ ഓൺലി സോഴ്സ് ഓഫ് എനർജി ഇസ് സൺ. ആ സണ്ണിൽ നിന്ന് 2 രീതിയിലാണ് പ്രധാനമായിട്ട് ക്യാപ്ചർ നടക്കുന്നത്, ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ കീമോസിന്തസിസ്. ഓട്ടോട്രോപ്സ് ആണ് ക്യാപ്ചർ ചെയ്യുന്നത്. അങ്ങനെ ക്യാപ്ചർ ചെയ്യുന്ന എനർജി വിൽ ബി ട്രാൻസ്ഫോംഡ് ആൻഡ് ഡിഫ്യൂസ് ദ എനർജി ദാറ്റ് എൻറ്റേഴ്സ് ദി അറ്റ്മോസ്ഫിയർ. ഈ പറഞ്ഞ നമ്മുടെ എർത്തിനകത്തോട്ട് കയറുന്ന എനർജി ആക്ച്വലി വിൽ അണ്ടർഗോ ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഡിഫ്യൂഷൻ ഓഫ് എനർജി ഇൻ ദ എക്കോസിസ്റ്റം. ഒരു സ്ഥലത്തിൽ നിന്ന് കിട്ടുന്ന എനർജിയെ പല ഫോമിലോട്ടായിട്ട് മാറ്റി പോകുന്നുണ്ട്. അതിൽ ഇൻക്ലൂഡിങ് ഹീറ്റ് ഉണ്ട്, സൗണ്ട് ഉണ്ട്, ഓക്കെ, മെക്കാനിക്കൽ എനർജി ഉണ്ട്, അങ്ങനെ പല രീതിയിലുള്ള ഫോമിലോട്ട് മാറ്റും. ഇതാണ് 2 തെർമോഡൈനാമിക്സ് ലോ ആണ് പ്രധാനമായിട്ടും ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒന്ന്, എനർജി ക്യാൻ ബി നൈദർ ക്രിയേറ്റഡ് നോർ ഡിസ്ട്രോയിഡ് എന്നുള്ള ആ ഒരു പ്രിൻസിപ്പിളാണ് വരുന്നത്. ബട്ട് ഇറ്റ് ക്യാൻ ബി ട്രാൻസ്ഫോംഡ് ഫ്രം വൺ ഫോം ടു അനദർ. സോ പ്ലാന്റ്സ് ക്യാപ്ചർ ചെയ്യുന്ന എനർജി വിൽ ബി സ്റ്റോർഡ് ഇൻ ദ ഫോം ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് അല്ലെങ്കിൽ സ്റ്റാർച്ച് അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ രൂപത്തിൽ സ്റ്റോർ ചെയ്യും. ആ ഗ്ലൂക്കോസിനെ ഹെർബിവോർസ് കഴിക്കും, സെല്ലുലോസ് അല്ലെങ്കിൽ ഗ്ലൂക്കോസിനെ ഈ പറഞ്ഞ പോലെ ഹെർബിവോർസ് കഴിക്കും. ആ സെല്ലുലോസിനെ ഡൈജസ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ ഗ്ലൂക്കോസിനെ ഡൈജസ്റ്റ് ചെയ്ത് ദേ വിൽ ഡിറൈവ് ATP ആൻഡ് ദേ വിൽ കൺസ്ട്രക്ട് ദെയർ ഓൺ ബോഡി. ഓക്കെ, ഈ പറഞ്ഞ ഹെർബിവോർസ്. ആ ഹെർബിവോർസിനെ ഫീഡ് ചെയ്യുന്ന രീതിയിൽ കാർണിവോർസ് അല്ലെങ്കിൽ ഓംനിവോർസ് ഉണ്ടാവും. അങ്ങനെ രീതിയിൽ
ഫസ്റ്റ് ലോ അതാണ് പറയുന്നത്. സോ എനർജി can neither be created nor destroyed, but it can be transferred from one form to another. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ലോ ആണ്. ഇവിടെ സെക്കൻഡ് ലോ, സെക്കൻഡ് ലോ എന്താണ് പറയുന്നത്, ആർക്കെങ്കിലും അറിയോ? വാട്ട് ഡസ് സെക്കൻഡ് ലോ സേ? പഠിച്ചിട്ടുള്ളതാണ് കെമിസ്ട്രിയിലും ഫിസിക്സിലൊക്കെ ലോ ഓഫ് തെർമോഡൈനാമിക്സ് പഠിച്ചിട്ടുള്ളതാണ്. ജസ്റ്റ് നമ്മളിവിടെ അതിന്റെ ആപ്ലിക്കേഷൻ നോക്കുന്നതേ ഉള്ളൂ. സോ അക്കോർഡിംഗ് ടു ഫസ്റ്റ് ലോ ന്റെ ഇംപ്ലിക്കേഷൻ ഇത്രേ ഉള്ളൂ. അപ്പോൾ പ്ലാന്റ്സ്, ഈ എനർജി can either be created nor destroyed. എനർജി വരുന്നത് എവിടെ നിന്നാണ്? ഇറ്റ് ഈസ് ആക്ച്വലി കമ്മിങ് ഫ്രം സൺ. ഓക്കെ, അവിടെ മാത്രമാണ് അത് ഉണ്ടാവുന്നത്. അത് നമ്മൾ ക്യാപ്ചർ ചെയ്യുന്നു. വേറെ പുതുതായിട്ട് നമ്മൾ എനർജി പുതുതായിട്ട് നമ്മൾ എർത്തിൽ ഉണ്ടാക്കുന്നില്ല. ആ എനർജിനെ ക്യാപ്ചർ ചെയ്ത് അതിനെ ഒരു ഫോമിൽ നിന്ന് അടുത്ത ഫോമിലോട്ട് ട്രാൻസ്ഫർ ചെയ്ത് പോകുക എന്നുള്ളതാണ് ഫസ്റ്റ് ഇംപ്ലിക്കേഷൻ. ഇപ്പോൾ സെക്കൻഡ് ലോസ്, വിവേക്, സംഗീത, സ്വാതി, ആരെങ്കിലും? ഞാൻ ഒരാളുടെ പേര് വിളിച്ചു എന്നേ ഉള്ളൂ, സംസാരം അവിടെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്താ ഉണ്ടാവുന്നത് സെക്കൻഡ് ലോയിൽ? എന്താ പറയുന്നത്? ഫസ്റ്റ് ലോ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. വാട്ട് ഇസ് സെക്കൻഡ് ലോ? എനിബഡി കേൾക്കണ്ടല്ലോ ഞാൻ പറയുന്നത്? എൻട്രോപ്പി, അത് എൻട്രോപ്പി. എന്താണ് എൻട്രോപ്പി? ആ ടെർമിനോളജി തന്നെയാണ് അവിടെ വരുന്നത്. എൻട്രോപ്പി സ്പോണ്ടാനിയസ് എനർജി, അങ്ങനെ എന്താ തോന്നുന്നു സാർ. ഒന്നുമില്ല, നഷ്ടപ്പെട്ടു പോകുന്ന എനർജി. സോ ഏതൊരു പ്രോസസ്സ് നടക്കുന്ന സമയത്തും there will be disorder എന്നാണ് പറയുന്നത്. എന്തൊരു പ്രോസസ്സ് നടക്കുന്ന സമയത്ത്, അതായത് ഈ പറഞ്ഞ പ്രോസസ്സ് ഉദ്ദേശിച്ച് ഇവിടെ എനർജി ട്രാൻസ്ഫർ ആണ്. ഒരു ഒബ്ജക്റ്റിൽ നിന്ന് മറ്റൊരു ഒബ്ജക്റ്റിലോട്ട് ഈ പറഞ്ഞ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് there will be a lot of disorder. ഒരുപാട് ചേഞ്ചസ് അവിടെ നടക്കുന്നുണ്ട് അല്ലേ? ആ ചേഞ്ചിനനുസരിച്ച് a lot of energy is lost എന്നുള്ള രീതിയിലാണ് സെക്കൻഡ് ലോ പറയുന്നത്. അപ്പോൾ ഈ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന സമയത്ത് during the process of transformation of energy, some of the transformed energy is diffused from the ecosystem in dispersed form. അപ്പോൾ ഈ പറഞ്ഞ ഒരു സോഴ്സിൽ നിന്നുള്ള എനർജി അടുത്ത സോഴ്സിലോട്ട്, അടുത്ത ഒരു ഒബ്ജക്റ്റിലോട്ട് പോകുന്ന സമയത്ത് യൂസബിൾ ആയിട്ടുള്ള കിട്ടുന്ന ആ പറഞ്ഞ എനർജി കിട്ടുന്നതിനേക്കാളും കൂടുതൽ അൺയൂസബിൾ ആയിട്ടുള്ള എനർജി അവിടെ ട്രാൻസ്ഫർ ആവുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ആസ് എനർജി ഇസ് ട്രാൻസ്ഫർഡ് ഫ്രം വൺ ഓർഗാനിസം ടു അനദർ, നമ്മുടെ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ when energy is transformed from one organism, പ്ലാന്റിൽ നിന്ന് ആനിമലിലോട്ടോ, ആനിമലിൽ നിന്ന് മറ്റൊരു ആനിമലിലോട്ടോ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് in the form of food, a portion is stored as energy in living tissue, whereas a large portion of energy is dissipated as heat. കൂടുതലും ഈ പറഞ്ഞ ഹീറ്റ് ആയിട്ട് ലോസ് ആവുകയാണ് ചെയ്യുന്നത്. അൺസ്റ്റേബിൾ എനർജി എന്ന് പറയാം. അങ്ങനത്തെ എനർജി ഒരിക്കലും യൂട്ടിലൈസ് ചെയ്യാനും പറ്റില്ല. അങ്ങനത്തെ രീതിയിൽ വരുന്ന രീതിയിൽ എനർജി ഉണ്ടെന്നാണ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ സെക്കൻഡ് ലോ പറയുന്നത്. സോ ദ സിസ്റ്റം ഇസ് അൺസ്റ്റേബിൾ ആൻഡ് ദർ ഇസ് അൺയൂസബിൾ ആയിട്ടുള്ള എനർജി ഉണ്ട്, ഓർ ദാറ്റ്സ് വാട്ട് യു കോൾ എൻട്രോപ്പി. ഓക്കെ, ഫ്രീ എനർജി ഉണ്ട്, എൻട്രോപ്പി, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ലോ ആണ് ഈ പറഞ്ഞ ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. ഓക്കെ, സോ സെക്കൻഡ് ലോയിൽ നിന്ന് നമുക്കുള്ള ഇംപ്ലിക്കേഷൻ ഇതാണ്. ഒരു ഓർഗാനിസത്തിൽ നിന്ന് മറ്റു ഓർഗാനിസത്തിലോട്ട് ഈ പറഞ്ഞ ഫുഡ് വഴി എനർജി ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ദർ ഇസ് ലോസ് ഓഫ് എനർജി. എത്രയാ ലോസ്? ഒരുപാട് ലോസ് ഉണ്ടാവുന്നുണ്ട്. ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്ന ഓൾമോസ്റ്റ് 1/3 എനർജി ലോസ് ആവുന്നുണ്ട്. ഓക്കെ, ബാക്കി യൂസബിൾ എനർജി ഉണ്ട്. ആ യൂസബിൾ എനർജി തന്നെ ഒരുപാടെണ്ണം വീണ്ടും എഗെയിൻ മെറ്റബോളിസം അതുപോലെ റെസ്പിറേഷനിൽ നഷ്ടപ്പെട്ടു പോകുന്നു. സോ ഇവിടെയാണ് 10% ലോ ഓഫ് എനർജി ട്രാൻസ്ഫർ എന്നുള്ള ലിൻഡ്മാൻ്റെ എഫിഷ്യൻസി വരുന്നത്. ലിൻഡ്മാൻ ആക്ച്വലി ഈ പറഞ്ഞ, നിങ്ങൾ പ്ലസ് ടു ജസ്റ്റ് ഒന്ന് ഓർത്ത് കാണും, ഈ പറഞ്ഞ പോലെ ഓരോ ട്രോഫിക് ലെവലിൽ നിന്നും മറ്റു ട്രോഫിക് ലെവലിലേക്ക് പോകുന്ന സമയത്ത് 10% എനർജി മാത്രമേ അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നുള്ളൂ. ഫോർ എക്സാമ്പിൾ 10 ജൂൾസ് ഓഫ് എനർജി പ്ലാന്റ്സ് ക്യാപ്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ 1 ജൂൾ മാത്രമാണ് ഈ പറഞ്ഞ ഹെർബിവോർസ് എടുക്കുന്നത്. ആ 1 ജൂളിന്റെ 0.1 ജൂൾ മാത്രമാണ് കാർണിവോർസിന് കിട്ടുന്നത്. അപ്പോൾ there is only 10% എനർജി ട്രാൻസ്ഫർ എഫിഷ്യൻസി ഇൻ ദി എക്കോസിസ്റ്റം എന്നാണ് ലിൻഡ്മാൻ്റെ ഒരു പ്രിൻസിപ്പിൾ. 10% എന്നുള്ളത് 25-ൻ്റെയും ഏകദേശം 60 അല്ലെങ്കിൽ 80% ഇടയിലാണ് ഈ പറഞ്ഞ റേഞ്ച് വരുന്നത്. ആൻഡ് മോസ്റ്റ് കോമൺലി ഈ പറഞ്ഞ പോലെ 10% ലോ ആണ് ആപ്ലിക്കബിൾ. എല്ലായിടത്തും 10% ആണെന്നല്ല, ബട്ട് ആവറേജ് 10%. ഓക്കെ, ഇറ്റ് റേഞ്ചസ് ഫ്രം 15 to 25% ആണ് വരുന്നത്. ചില ഓർഗാനിസം ഭയങ്കര എഫിഷ്യൻ്റ് ആയിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ പോലെ ഈ എഫിഷ്യൻസിയുടെ കേസിൽ അക്വാട്ടിക് ആനിമൽസിനേക്കാളും കൂടുതൽ എഫിഷ്യൻസി ആർക്കുണ്ടാവും? ഈ പറഞ്ഞ ട്രോപ്പിക്കിൽ ജീവിക്കുന്ന പ്ലാന്റ്സിനുണ്ടാവും. ഓക്കെ, പ്ലാന്റ്സിന്റെ ഓരോ ഓർഗാനിസിന്റെ എഫിഷ്യൻസി വ്യത്യാസമുണ്ട്, ബട്ട് സ്റ്റിൽ ആവറേജ് 10% ലോ ആണ് അവിടെ പറയപ്പെടുന്നത്. ഓക്കെ, 10% ലോ ഫോർ ദി ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്രം വൺ ട്രോപ്പിക് ലെവൽ ടു അനദർ ട്രോപ്പിക് ലെവൽ. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യമാണ് ഇവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. സോ അക്കോർഡിംഗ് ടു ദിസ് ലോ, ഡ്യൂറിംഗ് ദി ട്രാൻസ്ഫർ ഓഫ് എനർജി ഫ്രം ഓർഗാനിക് ഫുഡ് from one trophic level to next level, only about 10%, only about ആണ്, ആവറേജ് ആണ്,
പക്കയായിട്ട് 10% എന്നല്ല പറയുന്നത്, ആവറേജ്. ഓക്കെ, ആവറേജ് 10% ഓഫ് എനർജി ഫ്രം ഓർഗാനിക് മാറ്റർ ഈസ് സ്റ്റോർഡ് ആസ് ഫ്ലഷ്. അപ്പോൾ ഈ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ ഇടയിൽ ഒൺലി 10% മാത്രമേ അവർ ഗെയിൻ ചെയ്യുന്നുള്ളൂ. ബാക്കി 90% ഈ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ ഇടയിലും ലോസ് ആവുന്നുണ്ട്. പിന്നെ ഈ ഓർഗാനിസം റെസ്പിറേഷനോ അങ്ങനെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓരോ ലെവലിലും യൂസ് ചെയ്യുന്നുണ്ട്. റിമൈനിങ് ഇസ് ലോസ്റ്റ് ഡ്യൂറിംഗ് ട്രാൻസ്ഫർ, ബ്രോക്കൺ ഡൗൺ ഇൻ റെസ്പിറേഷൻ ഓർ ലോസ്റ്റ് ടു ഇൻകംപ്ലീറ്റ് ഡൈജഷൻ ബൈ ഹയർ ട്രോഫിക് ലെവൽ. പല രീതിയിലാണ് നഷ്ടപ്പെടുന്നത്. ഒന്ന്, ട്രാൻസ്ഫർ ആവുന്നതിന്റെ ഇടയിൽ എനർജി നഷ്ടപ്പെടും, കാരണം അതിൽ ഒരുപാട് വർക്ക് ചെയ്യണം. ഒരു ഓർഗാനിസം ഒരു പ്ലാന്റിനെ കഴിക്കണം എന്നുണ്ടെങ്കിൽ അത് ആ പ്ലാന്റ് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറേ എനർജി ഉണ്ട്. അപ്പൊ അത്രയും നേരം അത് കറങ്ങിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഈ ഫുഡ് കണ്ടെത്തിയതിന് ശേഷം തിരിച്ചത് വീട്ടിലോട്ട് പോകുന്ന സമയത്ത് അത്രയും എനർജി വീണ്ടും ബേൺ ചെയ്യും. അപ്പൊ അങ്ങനെ കുറെ ലോസ് ഉണ്ട്. റെസ്പിറേഷൻ ഉണ്ട്. ഈ പറഞ്ഞ മൊത്തത്തിൽ ഈ പറഞ്ഞ ലോ ഓഫ് തെർമോഡൈനാമിക്സ് പ്രകാരം തന്നെ ഒരു എനർജി ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലോട്ട് പോകുന്ന സമയത്ത് തന്നെ ഒരുപാട് എനർജി അവിടെ ലോസ് ആവുന്നുണ്ട്. ഓക്കെ, ആ ഒരു ബേസ് ചെയ്തിട്ടുള്ള ലിൻമാൻസ് എഫിഷ്യൻസിനെ കുറിച്ച് ഇവിടെ നമ്മൾ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. റൂൾ ഓഫ് 10 അല്ലേ, only 10% passes to the next level, therefore 90% loss at the each trophic level. അപ്പോൾ അത് കാണിക്കാൻ രീതിയിലുള്ള ഒരു ഫുഡ് ചെയിൻ ആണ് ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചിരിക്കുകയാണ്. അപ്രോക്സിമേറ്റ്ലി 10 lakh സൺലൈറ്റ് ആണ് അവിടെ പ്ലാന്റ്സിനും അല്ലെങ്കിൽ എർത്തിൽ അവൈലബിൾ ആവുന്നുണ്ടെങ്കിൽ അതിന്റെ 10% മാത്രമാണ്, 10%ഓളം അല്ലെങ്കിൽ 2% ആണ് ചില സമയത്ത് പറയാറുണ്ട്. എനിവേ കുറച്ച് മാത്രമേ ക്യാപ്ചർ ചെയ്യുന്നുള്ളൂ പ്ലാന്റ്സ്. ആ ക്യാപ്ചർ ചെയ്ത് 10,000 ആണ്. ഇവിടെ 10% റൂൾ ചിലപ്പോൾ വർക്ക് ചെയ്തെന്ന് നിർബന്ധമില്ല. വളരെ കുറച്ച് മാത്രമേ പ്ലാന്റ്സിന് ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതിന് നമ്മൾ പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയും. പ്ലാന്റ്സ് ക്യാപ്ചർ ചെയ്യുന്നതിന് നമ്മൾ പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയും. ബാക്കി എല്ലാ സ്റ്റേജിലും വരുന്ന ക്യാപ്ചറിങ്ങിനെ, അല്ലെങ്കിൽ ക്യാപ്ചറിങ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ പല സ്റ്റേജിലുണ്ട്. ഇൻജക്ഷൻ ഉണ്ട്, അത് കഴിഞ്ഞ് അസിമുലേഷൻ ഉണ്ട്. അസിമുലേഷനിൽ കുറച്ച് അസിമുലേറ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ കുറച്ച് എക്സ്ക്രീഷനിൽ പോകും, കുറച്ച് റെസ്പിറേഷനിൽ പോകും. പിന്നെ ബാക്കി വരുന്നതിന് മാത്രമാണ് നമ്മൾ പ്രൊഡക്ടിവിറ്റി എന്ന് പറയാം. എത്ര സ്റ്റോർ ചെയ്യാൻ പറ്റും ഒരു ഓർഗാനിസം, അതിനാണ് നമ്മൾ പ്രൊഡക്ടിവിറ്റി എന്ന് പറയാം കേട്ടോ. അപ്പോൾ പ്രൊഡ്യൂസേഴ്സ് ആണ് ആ പ്രൊഡക്ടിവിറ്റിയിൽ പ്രൈമറി ആയിട്ടുള്ളത്, അല്ലെങ്കിൽ മെയിൻ നമ്മുടെ ഫിക്സേഷനിൽ ഏറ്റവും കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന പ്രൈമറി പ്രൊഡ്യൂസർ ആയതുകൊണ്ട് അത് പ്ലാന്റ്സ് ആണ്. അതിന് നമ്മൾ പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയും. ഓക്കെ, അതിൽ നിന്ന് കുറച്ച് മാത്രം ഈ പറഞ്ഞ ബാക്കിയുള്ള ഓർഗാനിസംസ് പിടിക്കും. അത് നമ്മൾ സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയും. ഓക്കെ, അതിലോട്ടാണ്. അപ്പോൾ ഈ പറഞ്ഞ ജൂൾസിലാണ് ഇവിടെ എനർജി കാണിച്ചിരിക്കുന്നത്. ആ ഒരു വെയിറ്റിൽ നോക്കിക്കഴിഞ്ഞാലും ഇത് തന്നെയാണ് കാണുക. എനർജിയിലായാലും വെയിറ്റിലായാലും ബയോമാസിലായാലും നമുക്ക് ഈ പറഞ്ഞ 10% ലോ അവിടെ ആപ്ലിക്കബിൾ ആയിട്ട് കാണാൻ പറ്റും. ഓക്കെ, ലിൻമാൻ ഈ ഒരു ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ലിൻമാന്റെ എക്കോസിസ്റ്റത്തിൽ ലിൻമാൻ ട്രോഫിക് ലെവൽസിൽ എനർജി പോകുന്നതിനെ കുറിച്ച് ഒരു തിയറി പറയുന്നുണ്ട്. അതാണ് ലിൻമാൻസ് ട്രോഫിക് ഡൈനാമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള പോർഷനിൽ കാണിക്കുന്നത്. സോ എനർജി കംസ് ഇൻ ദ ഫോം ഓഫ് റേഡിയേറ്റിംഗ് എനർജി ഫ്രം ദി സൺ. അപ്പൊ ആ റേഡിയേറ്റിംഗ് ഇതിന്റെ സ്ഥാനത്ത് ഒരുപാട് എനർജി അൺയൂട്ടിലൈസ്ഡ് ആയിട്ട് പോകുന്നുണ്ട്. അതിൽ കുറച്ച് മാത്രം ആണ് അബ്സോർബ്ഡ് ബൈ ദി പ്രൊഡ്യൂസേഴ്സ്. ഓരോ ലെവലിലും അവൈലബിൾ ആയിട്ടുള്ള എനർജി, അല്ലെങ്കിൽ അതിലോട്ട് എക്സ്പോസ് ആവുന്ന എനർജി, അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്ന എനർജീനെ നമ്മൾ സ്മോൾ ലെറ്റർ ലാംഡ, റോമൻ ലെറ്ററിലെ സ്മോൾ ലെറ്റർ ലാംഡ വെച്ച് ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. എത്രയാണോ ക്യാപ്ചർ ചെയ്തിട്ടുള്ളത് അതിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ലാംഡ വെച്ചിട്ടാണ് ഈ പറഞ്ഞ ലിൻമാന്റെ നോമൻക്ലേച്ചർ എന്ന് അതിന് വിളിക്കുക കേട്ടോ. അപ്പൊ ലിൻമാൻ അങ്ങനെ കുറച്ച് നോമൻക്ലേച്ചേഴ്സ് ഇവിടെ എടുത്തിട്ടുണ്ട്. എനർജി കണ്ടന്റ് ഓഫ് എനി ട്രോഫിക്, ഓരോ ട്രോഫിക് ലെവലിന്റെ എനർജി ലെവലിനെ ലിൻമാൻ ക്യാപിറ്റൽ ലാംഡ എന്നാണ് വിളിച്ചത്. ഏത് ട്രോഫിക് ലെവൽ ആണെന്നുള്ളത് ആ എൻ അവിടെ റീപ്ലേസ് ആണ്. 1 ആണോ 2 ആണോ അതിനനുസരിച്ച് എന്നിന് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റും. ആ ട്രോഫിക് ലെവലിൽ നിന്ന് അടുത്ത ട്രോഫിക് ലെവലിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ആ എനർജിക്ക് വിളിക്കുന്ന പേരാണ് എനർജി ട്രാൻസ്ഫർ ടു എനി ട്രോഫിക് ലെവൽ. ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് മറ്റു ട്രോഫിക് ലെവലിലോട്ട് പോകുന്നതിനെ സ്മോൾ ലെറ്റർ ലാംഡ എന്ന് ആണ് ലിൻമാൻ റെപ്രസെന്റ് ചെയ്തത്. റെസ്പിറേഷൻ വഴി ഉണ്ടാവുന്ന ലോസിന് RN, ലോസ് ഓഫ് ഹീറ്റ് പെർ യൂണിറ്റ് ടൈം, ഓരോ സമയത്തും ഓരോ ഓർഗാനിസംസ് റെസ്പിറേഷൻ വഴി ഈ പറഞ്ഞ ലോസ് ഉണ്ടാവുന്നതിന് നമ്മൾ RN എന്നുള്ളത് 1, 2, 3 എന്നൊക്കെ രീതിയിൽ വരുന്ന രീതിയിൽ വരാം. ദെൻ യു ഹാവ് ലാംഡ N ഡാഷ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. എനർജി ട്രാൻസ്ഫർ ടു നെക്സ്റ്റ് ട്രോഫിക് ലെവൽ മൈനസ് എനർജി ലോസ്റ്റ് ഇൻ റെസ്പിറേഷൻ. ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് അടുത്ത ട്രോഫിക് ലെവലിലോട്ട് പോകുന്ന സമയത്ത് റെസ്പിറേഷന് വേണ്ടി ആ ട്രോഫിക് ലെവലിൽ യൂസ് ചെയ്തിട്ടുള്ള എനർജീനെ മൈനസ് ചെയ്തിട്ട് കിട്ടുന്ന ആ വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ലാംഡ N ഡാഷ് എന്ന് പറയുന്നത്. ലാംഡ N ഡാഷ് ഈസ് ഈക്വൽ ടു ആ ട്രോഫിക് ലെവലിന് അവൈലബിൾ ആയിട്ടുള്ള ലാംഡ N പ്ലസ് 1, ഓക്കെ, പ്ലസ് RN, ആ ട്രോഫിക് ലെവലിൽ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് മുന്നത്തെ ട്രോഫിക് ലെവലിൽ റെസ്പിറേഷൻ യൂസ് ചെയ്തിട്ടുള്ള ആ എനർജി, ആ ഇതിനാണ് വിളിക്കുന്നത്. അപ്പൊ ഇത് റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ള ലിൻമാൻസ് ട്രോഫിക് ഡൈനാമിക്സ്, ഈ പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വിധം പിടുത്തം കിട്ടും എന്ന് തന്നെ വിചാരിക്കുന്നു. ഓരോ ട്രോഫിക് ലെവലിലും അവൈലബിൾ ആയിട്ടുള്ള എനർജി സ്മോൾ ലെറ്റർ ലാംഡയിൽ കാണിക്കുന്നുണ്ട്. ഓരോ ട്രോഫിക് ലെവലിലും ക്യാപ്ചർ ചെയ്തിട്ടുള്ള എനർജീനെ ക്യാപിറ്റൽ ലെറ്റർ ലാംഡയിലുണ്ട്. ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് അടുത്ത ട്രോഫിക് ലെവലിലോട്ട് പോകുന്ന എനർജീനെ നമ്മുടെ ലാംഡ N ഡാഷ് എന്നോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ലാംഡ N എന്ന രീതിയിൽ, രണ്ട് രീതിയിൽ അത് റെപ്രസെന്റ് ചെയ്യുന്നു. N ഡാഷ് ആകുമ്പോൾ
അതിൽ റെസ്പിറേഷൻ എനർജി കൂടി കൂട്ടിയിട്ടുണ്ട്. അല്ലാതെ റെസ്പിറേഷൻ ഒഴിവാക്കിയിട്ടുള്ള എനർജീനെ നമ്മൾ ലാംഡ എൻ മാത്രമായിട്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബേസ്ഡ് ഓൺ ലിൻമാൻസ് നോമൻക്ലേച്ചർ ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് എനർജി കണ്ടന്റ് ഓഫ് എനി ട്രോഫിക്കിൽ ഏതെങ്കിലും ട്രോഫിക് ലെവലിലുള്ള ചേഞ്ച് ഓഫ് എനർജി ഈസ് ആക്ച്വലി ഗിവൺ ബൈ ലാംഡ എൻ പ്ലസ് ലാംഡ എൻ ഡാഷ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ഈ പറഞ്ഞ ലിൻമാൻസ് ട്രോഫിക് ലെവൽ എന്ന് പറഞ്ഞത്. ഓക്കെ, എനർജി ഫ്ലോനെ എങ്ങനെയാണ് ലിൻമാൻ കോൺസെപ്റ്റലൈസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം മെൻഷൻ ചെയ്യുന്ന രീതിയിലാണ് ലിൻമാൻസ് ട്രോഫിക് ഡൈനാമിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ലിൻമാൻസ് 10% ലോ ഉണ്ട്, അല്ലെങ്കിൽ ലിൻമാൻസ് എഫിഷ്യൻസി എന്ന് പറയുന്ന കാര്യമുണ്ട്. ആൻഡ് അത് കൂടാതെ ലിൻമാൻസ് ട്രോഫിക് ലെവൽ, ഓരോ ട്രോഫിക് ലെവലും ഒരു ട്രോഫിക് ലെവലിൽ നിന്ന് മറ്റു ട്രോഫിക് ലെവലിൽ പോകുന്ന സമയത്ത് എത്ര എനർജി അവൈലബിൾ ആയിരുന്നു, എത്ര എനർജി റെസ്പിറേഷൻ വഴി ലോസ് ആയി, എത്ര അടുത്ത ലെവലിലോട്ട് അവൈലബിൾ ആവുന്നു എന്നുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത രീതിയിലുള്ള ഒരു ഡൈനാമിക്സിനെ കുറിച്ച് അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ലിൻ്റെ. പിന്നെ ഓരോ ട്രോഫിക് ലെവലിലും പല രീതിയിലാണ് എനർജി ട്രാൻസ്ഫർ ഇൻവോൾവ് ആവുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും വരുന്ന ഇൻവോൾവ് ചെയ്യുന്ന പ്രോസസ് എന്ന് പറഞ്ഞാൽ ഇൻജക്ഷൻ ആണ്. എനർജി കണ്ടന്റ് ഇൻ ദ ഫോം ഓഫ് ഫുഡ് ഇൻജസ്റ്റഡ്. ദെൻ ഇജക്ഷൻ ഉണ്ട്, എനർജി കണ്ടന്റ് ഓഫ് ഇൻഡൈജസ്റ്റബിൾ മെറ്റീരിയൽ ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഡൈജഷനിൽ പഠിക്കുന്ന അതേ ടെർമിനോളജിയാണ്. ഇൻജക്ഷൻ, ഇജക്ഷൻ അല്ലെങ്കിൽ എക്സ്ക്രീഷൻ, അസിമിലേഷൻ, അവൈലബിൾ ആയിട്ടുള്ള ഇജക്ഷൻ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഇൻജക്ഷൻ കഴിഞ്ഞതിന് ശേഷം അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് എനർജീനെ വിളിക്കുന്ന പേരാണ് അസിമിലേഷൻ എന്ന് പറയുന്നത്. എനർജി കണ്ടന്റ് ഓഫ് ഫുഡ് ഡൈജസ്റ്റഡ് ആൻഡ് അബ്സോർബ്ഡ്. ദെൻ യു ഹാവ് എക്സ്ക്രീഷൻ, എനർജി കണ്ടന്റ് ഓഫ് ഓർഗാനിക് വേസ്റ്റ്, അത് ഈ പറഞ്ഞ ഇജക്ഷനിൽ വരുന്ന പോർഷൻ തന്നെയാണ്, അല്ലെങ്കിൽ അൺഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഇൻഡൈജസ്റ്റബിൾ ആയിട്ടുള്ള ഫുഡ്. ദെൻ യു ഹാവ് റെസ്പിറേഷൻ എന്ന പ്രോസസ് കാണാൻ പറ്റും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളാവുന്ന എനർജിയിൽ നിന്ന് നമ്മുടെ റെസിഡ്യൽ ആയിട്ട് എത്ര നമുക്ക് ലാഭിക്കാൻ പറ്റും, ഓരോ ഓർഗാനിസം ഓരോ ട്രോഫിക് ലെവൽ എന്ത് ലാഭിക്കുന്നു അല്ലെങ്കിൽ എന്ത് സ്റ്റോർ ചെയ്യുന്നു അതിനെ വിളിക്കുന്ന പേരാണ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ആ പ്രൊഡക്ഷൻ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ ആ എനർജിയാണ് അടുത്ത ട്രോഫിക് ലെവലിലുള്ള ആൾക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അതിനെ പ്രൊഡക്ഷൻ എന്ന് വിളിക്കുന്നത്. So ecological efficiency it ranges from 5% to 20%, and typically it is average 10%. ലിൻമാന്റെ എഫിഷ്യൻസി ആണ് അവിടെ പറയുന്നത്. ഓക്കെ, ആവറേജ് എഫിഷ്യൻസിനെ കുറിച്ചാണ് ലിൻമാൻ സംസാരിച്ചിരിക്കുന്നത്. ബട്ട് ഇക്കോളജിക്കൽ എഫിഷ്യൻസിയിൽ പല രീതിയിലുള്ള എഫിഷ്യൻസി നമുക്ക് അവിടെ മെഷർ ചെയ്യാൻ പറ്റും. സോ ഇറ്റ് റേഞ്ചസ് ഫ്രം 5% to 20%. And to understand this fully, we must study the utilization of energy within a trophic level. ഓരോ ട്രോഫിക് ലെവലിലും ഓരോ രീതിയിലാണ് ഈ പറഞ്ഞ എനർജി യൂസ് ചെയ്യുന്നത്. അസിമിലേഷൻ എഫിഷ്യൻസി ആണ് ഒരു ടെർമിനോളജി ഉണ്ട്. എത്ര ഫുഡ് എടുത്തോ അതിന്റെ എത്ര ശതമാനം അസിമിലേറ്റ് ചെയ്യാൻ പറ്റും അതിന്റെ പെർസെന്റേജ് വിളിക്കുന്ന പേരാണ് അസിമിലേഷൻ എഫിഷ്യൻസി എന്ന് പറയുന്നത്. പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ദി ഫുഡ് ക്വാളിറ്റി. സീഡ്സിലാണെങ്കിൽ 80% അസിമിലേഷൻ എഫിഷ്യൻസി ഉണ്ട്. യങ് വെജിറ്റേഷനിലാണ് 60%. ഫുഡ് പ്ലാന്റ് ഫുഡ് ഗ്രേസേഴ്സ് ആണെങ്കിൽ, പുല്ല് തിന്നുന്ന ജീവികളാണെങ്കിൽ ഇറ്റ് വിൽ ബി അറൌണ്ട് 30 to 40% എഫിഷ്യൻസിയാണ് അസിമിലേഷൻ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ. ഡീക്കേയിങ് വുഡിലാണെങ്കിൽ 15%. ആനിമൽസിലാണെങ്കിൽ യു ഹാവ് ഈ പറഞ്ഞ കഴിക്കുന്ന ഫുഡിന്റെ 60 to 90% അവർക്ക് അസിമിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നല്ല, ദേ കൻ അസിമിലേറ്റ്. ബാക്കി കുറച്ച് മാത്രം അറൌണ്ട് 10 to 40% ആണ് അവർ അസിമിലേറ്റ് ചെയ്യാതെ അല്ലെങ്കിൽ എക്സ്ക്രീറ്റ് ചെയ്ത് പോകുന്നത്. ബാക്കി 60% ദേ കൻ എഫിഷ്യൻ്റ്ലി അബ്സോർബ്. ആനിമൽസിന്റെ കേസിൽ ഓക്കെ, സീഡിലാണെങ്കിൽ 80% ദേ കൻ അസിമിലേറ്റ്. അവരടുത്ത് സ്റ്റോർ ചെയ്തിട്ടുള്ള ഫുഡിൽ 80% അവർക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അങ്ങനെ യൂട്ടിലൈസ് ചെയ്ത് വരുന്ന ആ ഒരു അസിമിലേറ്റഡ് ആയിട്ടുള്ള എഫിഷ്യൻസിയുടെ ഒരു ഭാഗം, അതിന്റെ എത്ര അസിമിലേറ്റ് ചെയ്തോ അതിൽ നിന്ന് എത്ര സ്റ്റോർ ചെയ്യാൻ പറ്റുമോ അതിനെ വിളിക്കുന്ന പേരാണ് നെറ്റ് പ്രൊഡക്ഷൻ എഫിഷ്യൻസി. അപ്പോൾ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിമിലേറ്റ് ചെയ്ത ഫുഡിൽ നിന്ന് അതിൽ നിന്ന് എത്ര സ്റ്റോർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ അടുത്ത ട്രോഫിക് ലെവലിലോട്ട് കൊടുക്കാൻ പറ്റും അതിനെ വിളിക്കുന്ന പേരാണ്. ഏറ്റവും ലീസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബേർഡ്സ് ആണ് പ്രധാനമായിട്ടും. കാരണം അധികം സ്റ്റോർ ചെയ്യില്ല അവർ കിട്ടുന്ന എനർജി മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ഫ്ലൈറ്റിനൊക്കെ യൂസ് ചെയ്യുന്ന ബേർഡ്സ് പ്രത്യേകിച്ചും. ഓക്കെ, എന്നാൽ ലാൻഡിലുള്ള ബേർഡ്സ് കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആണ്. സ്മോളർ മാമൽസ്, എലിയും ആനയും കമ്പയർ ചെയ്യുമ്പോൾ എലി ലെസ് എഫിഷ്യൻ്റ് ആണ് ഇൻ സ്റ്റോറിങ് ഫുഡ് ദാൻ എലഫൻസ്. അത് കണ്ടാൽ തന്നെ അറിയാം. സോ ദേ ഹാവ് ഹ്യൂജ് ബോഡി. ഓക്കെ, അവിടെയാണ് എഫിഷ്യൻസി പറയുന്നത്. ഓക്കെ, നെറ്റ് പ്രൊഡക്ഷൻ കൂടുതൽ വിൽ ബി ഇൻ ദ കേസ് ഓഫ് ലാർജർ മാമൽസ് ദാൻ സ്മോളർ മാമൽസ്. സെഡൻറ്ററി കോൾഡ് ബ്ലഡഡ് ആനിമൽസിലാണെങ്കിൽ 75% ഈ ഹൈബർനേറ്റിങ്ങും അതുപോലെ കോൾഡ് റീജിയനിലൊക്കെ ഉള്ള ആൾക്കാർ കൂടുതൽ സ്റ്റോർ ചെയ്യും എനർജീനെ, സോ ദാറ്റ് ദേ കൻ യൂസ് ഇറ്റ് അറ്റ് എക്സ്ട്രീം ക്ലൈമറ്റ്സ്. ഓക്കെ, അങ്ങനത്തെ രീതിയിൽ. അപ്പോൾ അതാണ് നെറ്റ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അപ്പോൾ എത്ര അസിമിലേറ്റ് ചെയ്തു അതിന്റെ എത്ര പോർഷൻ എടുത്തു അത് ആ പെർസെൻറ്റേജിന് വിളിക്കുന്ന പേരാണ് നെറ്റ് പ്രൊഡക്ഷൻ എഫിഷ്യൻസി. പ്രൊഡക്ഷൻ എഫിഷ്യൻസി ഇൻ പ്ലാന്റ്സ് ഇസ് കുറച്ചും കൂടി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. കാരണം അവിടെ ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ കീമോസിന്തസിസ് എന്ന് പറയുന്നത് ഓട്ടോട്രോപ്സിലുള്ള ലെവലിലുള്ള പ്രൊഡക്ഷൻ കുറച്ച് ഡിഫറെന്റ് ആണ്. ദ കോൺസെപ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എഫിഷ്യൻസി സംവാട്ട് ഡിഫറെന്റ് ഫ്രം പ്ലാന്റ്സ് ഫോർ പ്ലാന്റ്സ് ബിക്കോസ് പ്ലാന്റ്സ് ഡു നോട്ട് ഡൈജസ്റ്റ് ആൻഡ് അസിമിലേറ്റ്. സാധാരണ പ്ലാന്റ്സ് ഡൈജസ്റ്റ് ചെയ്യല്ല ചെയ്യുന്നത്, ദി ക്യാപ്ചർ ദി സോളാർ എനർജി. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ടെർമിനോളജി കുറച്ച് വ്യത്യാസമുണ്ട് പ്ലാന്റ്സിന്റെ കേസിൽ. സോ എനർജി ഫ്ലോ നോക്കിക്കഴിഞ്ഞാൽ യു ഹാവ് സണ്ണിൽ നിന്ന് ഫോട്ടോസിന്തറ്റിക് പ്ലാന്റ്സ് അല്ലെങ്കിൽ കീമോട്രോഫിക് ആയിട്ടുള്ള ഓർഗാനിസംസ് ആവാം. ദെൻ യു ഹാവ് ഹെർബിവോർസിൽ നിന്ന് ടു പ്രൈമറി കാർണിവോർസ് ആൻഡ് സെക്കൻഡറി കാർണിവോർസ്. ഇവരെല്ലാവരും ദേ വിൽ ബി കണക്റ്റഡ് ടു അനദർ ഫുഡ് സൈക്കിൾ ദാറ്റ് ഇസ് നോൺ ആസ് ദി ഡെട്രിവോർസ്. ഡീകമ്പോസിഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഡെട്രിവോർസും കൂടെ അവിടെ കാണാൻ പറ്റും. ഓക്കെ, സോ പ്ലാന്റ്സ് സിന്തസൈസ് ചെയ്യുന്ന ആ എനർജിക്ക് നമ്മൾ പ്രൊഡക്ടിവിറ്റിക്ക് വിളിക്കുന്ന പേരാണ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി.
മറ്റെല്ലാ സ്റ്റേജിലുള്ള പ്രൊഡക്ടിവിറ്റി നമുക്ക് ടുഗദർ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി. ഈ പറഞ്ഞ എനർജി എല്ലാം റെസ്പിറേഷൻ വഴി എല്ലാ സ്റ്റേജിലും നഷ്ടമുണ്ട്. അതിൽ ബാക്കി മാത്രമാണ് അടുത്ത പ്രോഫിറ്റ് ലെവലിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സ്റ്റാൻഡിംഗ് ക്രോപ്പ് എന്നുള്ള ഒരു ടെർമിനോളജി നമുക്ക് കാണാൻ പറ്റും. ഇറ്റ് ഇസ് ദ ബയോമാസ്. ഓക്കെ, സ്റ്റാൻഡിംഗ് ക്രോപ്പ് ബയോമാസ്, amount of accumulated organic matter found in an area per time, grams per meter square per time, ഇയർ ആയിരിക്കാം, മന്ത് ആയിരിക്കാം, എങ്ങനെയാ സാധാരണ ടോട്ടൽ നമ്പർ ഓഫ് ബയോമാസ്, ടോട്ടൽ നമ്പർ ഓർ ബയോമാസ് ഓർ എനർജി ഓഫ് എ കമ്മ്യൂണിറ്റി ഡ്യൂറിങ് എ പെർട്ടിക്കുലർ ടൈം, അതിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാൻഡിംഗ് ക്രോപ്പ്. പ്രൊഡക്ടിവിറ്റി, ദ റേറ്റ് അറ്റ് വിച്ച് ഓർഗാനിക് മാറ്റർ ഇസ് ക്രിയേറ്റഡ് ബൈ ഫോട്ടോസിന്തസിസ്, അതിന് നമ്മൾ പ്രൊഡക്ടിവിറ്റി എന്ന് പറയാം. അതിൽ പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് ഫോട്ടോസിന്തസിസ് ഡയറക്ട്ലി വരുന്ന കേസ് ആണെങ്കിൽ, സെക്കൻഡറി പ്രൊഡക്റ്റീവ് ഇൻഡയറക്ട്ലി ഫോട്ടോസിന്തസിസ് എത്ര കിട്ടി എന്നുള്ള എത്ര സ്റ്റോർ ചെയ്തു എന്നുള്ളതാണ് ഈ പറഞ്ഞ സെക്കൻഡറി പ്രൊഡക്റ്റീവ്. അപ്പോൾ പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഈസ് കൺസേൺ വിത്ത് ഓട്ടോട്രോപ്സ്, പ്ലാന്റ്സുമായി ബന്ധപ്പെട്ടിട്ടാണ്. സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി ഈസ് കൺസേൺ വിത്ത് ഹെറ്ററോട്രോപ്സ്. അതിൽ പ്രൈമറി പ്രൊഡക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ ഫോട്ടോസിന്തറ്റിക് അല്ലെങ്കിൽ കീമോസിന്തറ്റിക് അതിന്റെ പ്രൊഡക്ഷനെയാണ് നമ്മൾ പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞു, ഓട്ടോട്രോപ്സ്. അതിൽ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഉണ്ട്, അതുപോലെ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ഉണ്ട്. ടോട്ടൽ ഫോട്ടോസിന്തസിസിൽ അസിമുലേഷൻ, അല്ലെങ്കിൽ അസിമുലേഷനിൽ പ്ലാന്റിന്റെ അസിമുലേഷൻ എന്ന് പറഞ്ഞാൽ ഫോട്ടോസിന്തസിസ്, വേറെ ഒന്നുമില്ല. എത്ര എനർജി സണ്ണിൽ നിന്ന് കിട്ടുന്നു അതിന് എത്ര ടോട്ടലായിട്ട് അസിമുലേറ്റ് ചെയ്യാൻ പറ്റുമോ അതിന് വിളിക്കുന്ന പേരാണ് ഗ്രോസ് പ്രൈമറി, അല്ലെങ്കിൽ ടോട്ടൽ ഫോട്ടോസിന്തസിസ് എത്ര നടന്നോ അതിന് വിളിക്കുന്ന പേരാണ് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. അതിൽ നിന്ന് റെസ്പിറേഷൻ, പ്ലാന്റ് ഈ ഗ്രോസ് പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ പ്ലാന്റ് ഫിക്സ് ചെയ്യുന്ന എനർജിയിൽ നിന്ന് കുറച്ച് പ്ലാന്റ് തന്നെ അതിന്റെ റെസ്പിറേഷൻ യൂസ് ചെയ്യും. അപ്പൊ അതിന് വിളിക്കുന്ന പേരാണ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഓക്കെ, പ്രൈമറി പ്രൊഡക്ടിവിറ്റി തന്നെയാണ്, ഫോട്ടോസിന്തസിസ് തന്നെയാണ്, അല്ലെങ്കിൽ അപ്പാരന്റ് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ നെറ്റ് അസിമുലേഷൻ. റെസ്പിറേഷൻ ഒഴിവാക്കി, റെസ്പിറേഷനും അതുപോലെ ഡീകമ്പോസിഷനും അല്ലെങ്കിൽ മെറ്റബോളിക് ആക്ടിവിറ്റി ഒക്കെ ഒഴിവാക്കിയതിന് ശേഷം പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന ആ പ്രൊഡക്ടിവിറ്റിക്ക് വിളിക്കുന്ന പേരാണ് നെറ്റ് പ്രൈമറി പ്രൊഡക്റ്റ്. അതിന് ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അക്വാട്ടിക് ഓർഗാനിസത്തിൽ നമ്മൾ വെള്ളം എടുക്കുന്നു. ഓക്കെ, ഇൻ ദ പ്രസൻസ് ഓഫ് ലൈറ്റിന്റെ പ്രസൻസിൽ എന്തുണ്ടാവും, ഫോട്ടോസിന്തസിസ് നടക്കും, ഓക്സിജൻ ജനറേറ്റ് ചെയ്യും, കുറച്ച് ഓക്സിജൻ പ്ലാന്റ് തന്നെ കൺസ്യൂം ചെയ്യും. അതിന് എല്ലാം ഓക്സിജൻ കൺസ്യൂം ചെയ്തതും ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്തതും എല്ലാം കൂടി കൂട്ടിയിട്ടാണ് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയാം. അതിൽ ഓക്സിജൻ റെസ്പിറേഷൻ തന്നെ യൂസ് ചെയ്യും. അപ്പോൾ ഇവിടെ പ്ലാന്റ്സ് ഉണ്ടാക്കുന്ന രണ്ട് കാര്യങ്ങളാണ് ഈ പറഞ്ഞ പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഒന്ന് ഈ പറഞ്ഞ ഗ്ലൂക്കോസ് ഉണ്ടാക്കും സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, പ്ലസ് ഇറ്റ് ഓൾസോ പ്രൊഡ്യൂസസ് ഓക്സിജൻ. ഓക്കെ, അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ അക്വാട്ടിക് ആയിട്ടുള്ള ഓർഗാനിസത്തിന്റെ ഫോട്ടോസിന്തസിസ് വഴി ഉണ്ടാക്കിയിട്ടുള്ള ഓക്സിജനും റെസ്പിറേഷൻ വഴി ഉണ്ടാക്കിയിട്ടുള്ള ഓക്സിജനും രണ്ടും കൂടി ഒരുമിച്ച്, റെസ്പിറേഷൻ വഴി യൂട്ടിലൈസ് ചെയ്തിട്ടുള്ള ഓക്സിജൻ ഒരുമിച്ച് എല്ലാം കൂടി കൂട്ടിയിട്ടുള്ള ഇതിനാണ് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയും. അതിൽ നിന്ന് ഈ പ്ലാന്റ് തന്നെ റെസ്പിറേഷന് വേണ്ടിയിട്ട് ഓക്സിജൻ കൺസ്യൂം ചെയ്യും. അങ്ങനെ കൺസ്യൂം ചെയ്തതിന് ശേഷം ഉണ്ടാവുന്ന അത് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നതാണ് ഈ പറഞ്ഞ പോലെ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഓക്കെ, സോ അക്വാട്ടിക് സിസ്റ്റത്തിലുള്ള ഒരു എക്സാമ്പിളാണ് കാണിച്ചത്, കുറച്ചും കൂടി എളുപ്പമാണ് കാണിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമുക്ക് ബോർഡിൽ തന്നെ മെഷർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓക്സിജൻ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഓക്സിജൻ ഉണ്ടായോ അത്രയും തന്നെ നമുക്ക് എന്താകും, അതിൽ നിന്ന് നമുക്ക് ഗ്ലൂക്കോസിന്റെ എസ്റ്റിമേഷൻ എടുക്കാൻ പറ്റും, എത്ര ഫിക്സ് ചെയ്തു. കാരണം ഫോട്ടോസിന്തസിസ് ബൈ പ്രോഡക്റ്റ് ആയിട്ട് രണ്ട് കാര്യങ്ങളാണ് ഉണ്ടാവുക. ഒന്ന് യു വിൽ ഹാവ് ഓക്സിജൻ ആൻഡ് സെക്കൻഡ് വൺ യു വിൽ ഹാവ് ഗ്ലൂക്കോസ്, അല്ലേ? കാർബൺ ഡയോക്സൈഡും ഓക്സിജൻ, ഈ പറഞ്ഞ പോലെ കാർബൺ ഡയോക്സൈഡും സൺലൈറ്റും വാട്ടറും കൂടി മിക്സ് ചെയ്തിട്ട് യു വിൽ ഗെറ്റ് ഗ്ലൂക്കോസ് ആൻഡ് ഓക്സിജൻ. അപ്പോൾ ഓക്സിജൻ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും തന്നെ ഈക്വലന്റ് ആയിട്ട് എന്തുണ്ടാവും, കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഗ്ലൂക്കോസ് ഫിക്സ് ചെയ്തിട്ട് അത് മെഷർ ചെയ്യാൻ പറ്റും. സോ എഫിഷ്യൻസി ഫോർ ഗ്രോസ് പ്രൈമറി പ്രൊഡക്റ്റ്, GPP എന്ന് പറയാം, ഡിപ്പെൻഡ്സ് ഓൺ ദി വെജിറ്റേഷൻ. ഇറ്റ്സ് ദി ഹയസ്റ്റ് ഇൻ ട്രോപ്പിക് ലെവൽസ് ആൻഡ് ലോവസ്റ്റ് ഇൻ ഡെസേർട്സ്, ടുണ്ട്ര ആൻഡ് സീസ്. സീസിലും അതുപോലെ ഡെസേർട്ട്, ടുണ്ട്ര തണുപ്പുള്ള സ്ഥലങ്ങളാണ്, അവിടെ എല്ലാം ഈ പറഞ്ഞ പോലെ ഗ്രോസ് പ്രൊഡക്ടിവിറ്റി വളരെ കുറവാണ്, എഫിഷ്യൻസി. എന്നാൽ ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് പോലത്തെ അല്ലെങ്കിൽ എവർഗ്രീൻ ഫോറസ്റ്റിൽ ഈ പറഞ്ഞ പോലെ ഗ്രോസ് പ്രൊഡക്ടിവിറ്റി ഭയങ്കര ഹൈ ആയിരിക്കും. റെസ്പിറേഷൻ മൈനസ് ചെയ്തിട്ടുള്ള ബാക്കി പോർഷനെ വിളിക്കുന്ന പേരാണ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആൻഡ് ഇറ്റ് റേഞ്ചസ് ഫ്രം 40 to 80%. ഈ പറഞ്ഞ റെസ്പിറേഷൻ കട്ട് കഴിഞ്ഞാൽ ഏകദേശം 80% അല്ലെങ്കിൽ 40%, ഇറ്റ് ഡിപ്പെൻസ് ഏത് ടൈപ്പ് ഓർഗാനിസം ആണോ അതിനെ ഡിപ്പെൻഡ് ചെയ്യും. കൂടുതൽ റെസ്പിറേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്ന ഓർഗാനിസം, ഫോർ എക്സാമ്പിൾ ബേർഡ്സിലൊക്കെ ആണെങ്കിൽ ഫോർ മോർ എനർജി അവർക്ക് യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ കുറച്ച് മാത്രം അവർക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ പറഞ്ഞ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി വളരെ കുറവായിരിക്കും. ഈ കോൺസെപ്റ്റ് ക്ലിയർ ആണോ? കാരണം ഇത് ക്ലിയർ ആണെങ്കിൽ പിന്നെ ബാക്കിയെല്ലാം വളരെ എളുപ്പമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പറഞ്ഞ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി ആൻഡ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി. ഓക്കെ, പറഞ്ഞിരിക്കണം. കണ്ടിന്യൂ ചെയ്യട്ടെ? ഓക്കെ, ശരി. സോ പ്രൈമറി പ്രൊഡക്ഷനിലാണ് ഇറ്റ് പ്രൊവൈഡ്സ് എനർജി ടു ദ എക്കോസിസ്റ്റം. ഓക്കെ, പ്രൈമറി പ്രൊഡക്ഷൻ ആണ് എക്കോസിസ്റ്റം. അപ്പോൾ എക്കോസിസ്റ്റം നോക്കി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു പ്ലാന്റിന്റെ എക്കോസിസ്റ്റം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ അത് അറ്റ്മോസ്ഫിയറിൽ നിന്ന് കാർബൺ ഡയോക്സൈഡ് എടുക്കുന്നുണ്ട്, ഫോട്ടോസിന്തസിസ് വഴി ഈ പറഞ്ഞ സണ്ണിൽ എനർജി ഫിക്സ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ ഫിക്സ് ചെയ്തിട്ടുള്ള ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓക്സിജൻ ഇത് തന്നെ പ്ലാന്റ് തന്നെ യൂസ് ചെയ്യും. അതിന്റെ റൂട്ടിനടക്കം ഈ പറഞ്ഞ ഗ്ലൂക്കോസ് എത്തിക്കണം. ഓക്കെ, ലീവ്സിൽ എത്തിക്കണം, അവിടെ എല്ലാം അതുണ്ട്. അപ്പോൾ റിസോഴ്സ് ഇങ്ങനെ പാർട്ടീഷൻ ചെയ്ത് പോകും. പിന്നെ റെസ്പിറേഷൻ വഴി ഓൾറെഡി വെച്ചിട്ടുള്ള ഓക്സിജൻ, ഓൾറെഡി അത് സിന്തസൈസ് ഉള്ള
ഓക്സിജനിൽ കുറച്ച് കാർബൺ ഡയോക്സൈഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്കൊരു സൈക്കിൾ കാണാൻ പറ്റും. 2 രീതിയിലുള്ള സൈക്ലിംഗ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റും. ഒന്ന് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഈ പറഞ്ഞ പോലെ അറ്റ്മോസ്ഫിയറും ഈ പറഞ്ഞ പ്ലാന്റ് തമ്മിലുള്ള സൈക്കിള്, പ്ലാന്റും അതുപോലെ ലിത്തോസ്ഫിയറും തമ്മിലുള്ള സൈക്കിൾ, അങ്ങനെ 2 സൈക്കിള്. അതുകൂടാതെ ഈ പറഞ്ഞ പ്ലാന്റ് മറ്റ് ഓർഗാനിസത്തിലോട്ട് എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നതോടുകൂടി ഫുഡ് ചെയിനും ഫുഡ് വെബും വരുന്നത്. അപ്പൊ ഇതെല്ലാം കൂടിയാണ് ഈ പറഞ്ഞ പ്രൊഡക്ടിവിറ്റിന്റെ ഔട്ട്കമും അതുപോലെ ഇൻടേക്ക് ആൻഡ് ഔട്ട്കം അങ്ങനെ വരുന്ന കാര്യം. അപ്പൊ ഗ്രോസ് പ്രൊഡക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്ലാന്റ് എന്തൊക്കെ യൂട്ടിലൈസ് ചെയ്ത് എടുക്കുന്നു, റെസ്പിറേഷൻ ഇതൊന്നും കൗണ്ട് ചെയ്യാത്ത ആ ടോട്ടൽ റേറ്റ് ഓഫ് ഫോട്ടോസിന്തസിസ് നമ്മൾ ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് വിളിക്കും. റേറ്റ് ഓഫ് എനർജി ആസ് സ്റ്റോർഡ് ആസ് ഓർഗാനിക്, ബാക്കി വരുന്ന ഈ പറഞ്ഞ ഫോട്ടോസിന്തസിസ് നിന്ന് എത്ര പ്ലാന്റിന് സ്റ്റോർ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ അടുത്ത ട്രോഫിക് ലെവലിലോട്ട് കൊടുക്കാൻ പറ്റുമോ അതിനെ വിളിക്കുന്ന പേരാണ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു കാര്യം മാത്രം ജസ്റ്റ് ഒന്ന് ഇവിടെ റിമൈൻഡ് ചെയ്യുന്നു. സോ പ്ലാന്റ് ഫോട്ടോസിന്തസിസായി ഫിക്സ് ചെയ്യുന്നു, റെസ്പിറേഷനും അതുപോലെ അതിന്റെ ഗ്രോത്തും റീപ്രൊഡക്ഷനും ഉണ്ട്. അത് തന്നെ റീപ്രൊഡക്ഷൻ ഉണ്ടാക്കേണ്ടി വരും. അപ്പോൾ അത് കുറെ എനർജി കൺസ്യൂം ചെയ്യും. ഓക്കെ, അതിനാണ് ഇതെല്ലാം കൂടി കൂട്ടിയിട്ടാണ് ഗ്രോസ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി വരുന്നത്. അതിന്റെ ഗ്രോത്തിനും അതിന്റെ റിപ്രൊഡക്ഷനും വേണ്ടി യൂസ് ചെയ്യുന്ന ആ എനർജി അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള എനർജിക്ക് വിളിക്കുന്നതാണ് നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫ്രൂട്ട് ആണ് ഇവിടെ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ പ്ലാന്റിന്റെ ബയോമാസ്, ലീഫ് ആവാം, അതിന്റെ സ്റ്റെം ആയിരിക്കാം, അതെല്ലാം നെറ്റ് പ്രൊഡക്ടിവിറ്റിയിൽ വരുന്നതാണ്. ആൻഡ് ദിസ് ഈസ് അവൈലബിൾ ഫോർ ദി ഹെർബിവോർസ് ആൻഡ് കാർണിവോർസ് ആൻഡ് ഓംനിവോർസ്. ഓക്കെ, ഉണ്ടാവും. ഇൻടേക്കും ഔട്ട്ടേക്കിനെ കുറിച്ച് ജസ്റ്റ് ഒരു ഡിസ്ക്രിപ്ഷൻ ആണ്, നമുക്കറിയാവുന്ന കാര്യമാണ്, കാര്യമായിട്ടൊന്നുമില്ല. ജസ്റ്റ് നോക്കിയത് മനസ്സിലാവും. എന്താണ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്? ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിലും അക്വാട്ടിക് സിസ്റ്റത്തിലാണെങ്കിൽ രണ്ട് രീതിയിലുള്ള ഫാക്ടേഴ്സ് ആണ് പ്രധാനമായിട്ടുള്ളത്. പ്രധാനമായിട്ടും ടെമ്പറേച്ചർ, പ്രിസിപ്പിറ്റേഷൻ. ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ, അതുപോലെ പ്രിസിപ്പിറ്റേഷൻ. ടെമ്പറേച്ചർ ആക്ച്വലി റെഗുലേറ്റ്സ് ദി amount of photosynthesis. Okay, അതുപോലെ precipitation, amount of water that is available, amount of light that is available, and amount of nutrient that is available. ഇതെല്ലാം ഈ പറഞ്ഞ പ്രൈമറി പ്രൊഡക്ടിവിറ്റിനെ ടെറസ്ട്രിയൽ എക്കോസിസ്റ്റത്തിൽ എഫക്ട് ചെയ്യുന്നതാണ്. എങ്കിൽ അക്വാട്ടിക് സിസ്റ്റത്തിൽ ഈ ടെമ്പറേച്ചറും പ്രിസിപ്പിറ്റേഷനും ഒരു പ്രധാന ഫാക്ടർ അല്ല. കാരണം ഓൾറെഡി ദി ആർ ഇൻ വാട്ടർ. അതുകൊണ്ട് തന്നെ ടെമ്പറേച്ചർ സ്റ്റഡി ആണ്, ഓൾമോസ്റ്റ് സ്റ്റേബിൾ ആണ്, ടു എ ഗ്രേറ്റർ എക്സ്റ്റെന്റ് സ്റ്റേബിൾ ആണ്. കാരണം വാട്ടറിൽ പെട്ടെന്നൊന്നും ടെമ്പറേച്ചറിന്റെ എഫക്ട് അത്ര പെട്ടെന്ന് നടക്കില്ല. ഓക്കെ, വാട്ടറിന് ഭയങ്കര ലേറ്റന്റ് ഹീറ്റ് കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ടെമ്പറേച്ചർ ചേഞ്ച് ഉണ്ടാവുന്നില്ല. ഓക്കെ, ദെൻ പ്രിസിപ്പിറ്റേഷൻ, റെയിൻ ഡസന്റ് എഫക്ട് ബിക്കോസ് ഓൾറെഡി വെള്ളത്തിലായതുകൊണ്ട് തന്നെ മഴ പെയ്യുന്നതും പെയ്യാതിരിക്കുന്നതും വ്യത്യാസം വരുന്നില്ല അക്വാട്ടിക് സിസ്റ്റത്തിൽ. അവിടെ ആകെ വ്യത്യാസം വരാൻ പോകുന്നത് ലൈറ്റ് കിട്ടുന്നുണ്ടോ, അവൈലബിലിറ്റി ഒരു പ്രധാന ഇതാണ്. ആ ലൈറ്റിന്റെ അവൈലബിലിറ്റി തന്നെ നമുക്ക് വീണ്ടും അഗെയിൻ ഹാബിറ്റാറ്റ് ഇക്കോളജിയിൽ ഞാൻ എടുക്കാത്ത പോർഷനാണ്, അവിടെ നമ്മൾ നോക്കുന്നത് കാണാൻ പറ്റും. മറൈനിലാണെങ്കിലും അല്ലെങ്കിൽ ലെൻഡിക് ആൻഡ് ലോട്ടിക് സിസ്റ്റത്തിൽ അവിടെ നോക്കുകയാണെങ്കിലും നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ലൈറ്റ് ഒരു ഡിസിസീവ് ഫാക്ടറാണ്. ലൈറ്റ് അവൈലബിൾ അനുസരിച്ച് സ്ട്രാറ്റജീസ് ഉണ്ട്, അതുപോലെ സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ട്, അതുപോലെ ലൈറ്റ് ഇല്ലാത്തതിലും സ്ട്രാറ്റിഫിക്കേഷൻ ഉണ്ട്. ഓക്കെ, സോ ലൈറ്റ് ആൻഡ് സെക്കൻഡ് വൺ ഇസ് ന്യൂട്രിയൻസ്. സോ സോൺ ഓഫ് പ്രൊഡക്ഷൻ ആയാലും അതുപോലെ സോൺ ഓഫ് ഡീകമ്പോസിഷൻ ആണ്, രണ്ട് എക്കോസിസ്റ്റത്തിലും ടോപ്പ് ആൻഡ് ബോട്ടത്തിലാണ് കിടക്കുന്നത്. സോ ടോപ്പ് പോർഷൻ ഈസ് യൂഷ്വലി ദി സോൺ ഓഫ് പ്രൈമറി പ്രൊഡക്ഷൻ ആൻഡ് സോൺ ഓഫ് ഡീകമ്പോസിഷൻ ഇസ് യൂഷ്വലി ദി ഫോറസ്റ്റ് ഫ്ലോറോ അല്ലെങ്കിൽ പറഞ്ഞ പോലെ ബെന്തിക് സോൺ അല്ലെങ്കിൽ ബോട്ടം സെഡിമെന്റ്സ് ആണ് രണ്ട് എക്കോസിസ്റ്റത്തിലുമാണ്. ഓക്കെ, സെക്കൻഡറി പ്രൊഡക്ഷൻ. അപ്പോൾ ഈ പറഞ്ഞ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയിൽ നിന്ന് എത്ര അവൈലബിൾ ആണോ, ഓക്കെ, നെറ്റ് പ്രൊഡക്ഷൻ എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ ഗ്രോസ് പ്രൊഡക്ഷന്റെ എത്ര പോർഷൻ ആണ് നെറ്റ് പ്രൊഡക്ഷന് വേണ്ടി ആവശ്യം വരുന്ന അവൈലബിൾ ആവുന്നത്, അതിനാണ് നമ്മൾ നെറ്റ് പ്രൊഡക്ഷൻ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഇറ്റ് വേരീസ് ഫ്രം 30 to 85%. അത് നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എഫിഷ്യൻസി 40 to 80% ഇടയിൽ വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ 30 to 85% ഇടയിലാണ് അത് വരുന്നത്. റാപ്പിഡ്ലി ഗ്രോയിങ് പ്ലാന്റ്സ് ഇൻ ടെമ്പറേറ്റ് സോൺസ് ഹാവ് എ നെറ്റ് പ്രൊഡക്ടിവിറ്റി ഓഫ് 75 to 85%. ഈ ടെമ്പറേറ്റ് സോണിൽ ആണ് കൂടുതലും എഫിഷ്യൻസി ആയിട്ടുള്ള പ്ലാന്റ്സ് ഉണ്ടാവുക. കാരണം they have to go through extreme climates. Okay, അപ്പോൾ അവർ കൂടുതൽ സ്റ്റോർ ചെയ്യാനുള്ള ശ്രമം നടത്തും. their counterparts in tropics, അതായത് ടെമ്പറേച്ചർ കൂടിയിട്ടുള്ള ട്രോപ്പിക്സിലൊക്കെയാണ് നോക്കുകയാണെങ്കിൽ 40 to 60% പ്ലാന്റ്സ് ഈ പറഞ്ഞ എഫിഷ്യൻസി ഉള്ളൂ. അതായത് ഉണ്ടാവുന്ന ഗ്രോസ് പ്രൊഡക്ഷനിലെ 40 to 60% ലോസ് ആവുന്നുണ്ട് ഒരു കണ്ടീഷൻ, അല്ലെങ്കിൽ 40 to 60% മാത്രമേ അവർക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അങ്ങനെ സ്റ്റോർ ആയിട്ടുള്ള ആ എനർജി വിൽ ബി യൂട്ടിലൈസ്ഡ് ബൈ ദി നെക്സ്റ്റ് ലെവൽ. അടുത്ത ട്രോപ്പിക് ലെവലിൽ അവർ യൂട്ടിലൈസ് ചെയ്ത് അവർ ക്യാപ്ചർ ചെയ്യും. അങ്ങനെ ക്യാപ്ചർ ചെയ്യുന്ന ആ എനർജിക്ക് വിളിക്കുന്ന പേരാണ് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി. റേറ്റ് ഓഫ് അസിമുലേഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് ഫുഡ് എനർജി ഇൻ ഡിഫറെന്റ് ട്രോപ്പിക് ലെവൽ ഓഫ് കൺസ്യൂമേഴ്സ്. ഓരോ ട്രോപ്പിക് ലെവലിലും സ്റ്റോർ ചെയ്യുന്ന അതിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓർ ദി റേറ്റ് ഓഫ് സിന്തസിസ് ഓഫ് ന്യൂ ഓർഗാനിക് മാറ്റേഴ്സ് ബൈ ദി കൺസ്യൂമേഴ്സ്, അതിനെ വിളിക്കുന്ന പേരാണ് SP അല്ലെങ്കിൽ സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി. സെക്കൻഡറി പ്രൊഡക്ടിവിറ്റി റെപ്രസെന്റ്സ് ദി സിന്തസിസ് ഓഫ് ഓർഗാനിക് മാറ്റർ ബൈ കൺസ്യൂമേഴ്സ് ഔട്ട് ഓഫ് ദി പ്രൈമറി. ഈ പറഞ്ഞ നെറ്റ് പ്രൈമറി പ്രൊഡക്ടിവിറ്റിയിൽ നിന്ന് എത്ര അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് ബൈ ദി പ്രൊഡ്യൂസേഴ്സ് ത്രൂ ഫുഡ് ചെയിൻ ഓർ ഫുഡ് വെബ്. ആൻഡ് ദിസ് ഫോളോസ് ദി 10% ലോ, അല്ലെങ്കിൽ എഫിഷ്യൻസി ഈസ് ആവറേജ് 10% ആണ്. 5 to 20% ഇടയിലാണ് ഈ പറഞ്ഞ ആവറേജ് എഫിഷ്യൻസി വരുന്നത്. ഓക്കെ,
ത്രൂ ദി ട്രാൻസ്ഫർ, എനർജി ട്രാൻസ്ഫർ വഴി കിട്ടുന്ന എനർജിയാണ് പ്രധാനമായിട്ടും ഈ പറഞ്ഞ സെക്കൻഡറി, അല്ല പ്രൊഡക്ഷൻ അവിടെ ഇല്ല. പ്രൊഡക്ഷൻ പ്രധാനമായിട്ടും ഫിക്സേഷൻ നടക്കുന്നത് ഇസ് ത്രൂ പ്രൈമറി പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സ് ആണ് നടക്കുന്നത്. സെക്കൻഡറി പ്രൊഡക്ഷനിൽ ഓൺലി ട്രാൻസ്ഫർ ഓഫ് എനർജിയാണ് പ്രധാനമായിട്ടും നടക്കുന്നത്. ഫുഡ് ചെയിൻ ഉണ്ട്, ഈ ട്രാൻസ്ഫർ ഓഫ് എനർജിയുമായി ബന്ധപ്പെട്ട് ഫുഡ് ചെയിൻ ആൻഡ് ഫുഡ് വെബ്, അത് നിങ്ങൾ ഓൾറെഡി സെമിനാർ എടുത്തിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എനിവേ ബേസിക്കലി ഫുഡ് ചെയിനിലെ ഏറ്റവും ഫസ്റ്റ് ലെവൽ അല്ലെങ്കിൽ ബോട്ടം ലെവൽ എന്ന് പറയുന്നത് ഓട്ടോട്രോഫ്സ് അല്ലെങ്കിൽ പ്രൈമറി പ്രൊഡ്യൂസേഴ്സ് ആണ്. സെക്കൻഡ് ലെവൽ മുതൽ അങ്ങോട്ട് യു ഹാവ് ദി കൺസ്യൂമേഴ്സ്. ഫസ്റ്റ് ലെവൽ കൺസ്യൂമേഴ്സ് ഉണ്ട്, ഹയർ ലെവലിലോട്ട് പോകുന്ന സമയത്ത് യു ഹാവ് കാർണിവോഴ്സ്, പ്രൈമറി സെക്കൻഡറി എന്നൊക്കെ പറഞ്ഞിട്ട് ടേഴ്ഷറി കാർണിവോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് രീതിയിൽ വരുന്നുണ്ട്. സം കാർണിവോഴ്സ് can have more than one trophic level. For example, omnivores, അവർക്ക് വേണമെങ്കിൽ പ്ലാന്റ്സിനെ ഡയറക്ട്ലി ഭക്ഷിക്കാം, അല്ലെങ്കിൽ പ്ലാന്റ്സിനെ ഭക്ഷിക്കുന്ന ആനിമൽസിനെ കഴിക്കാം. അങ്ങനത്തെ രീതിയിലുള്ള ഒന്നിൽ കൂടുതൽ ട്രോഫിക് ലെവൽസിൽ കാണുന്ന രീതിയിൽ ഓംനിവോർസും നമുക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, നമ്മുടെ ലെവൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഹ്യൂമന്റെ ലെവൽ എവിടെയാണെന്ന് പറയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഓക്കെ, വി കൻ ആക്ച്വലി കൺസ്യൂം the plants, you can consume the herbivores, and even sometimes we consume the carnivores. So our level is different. Okay, നമുക്ക് ഏത് ലെവലിലാണ് നമ്മൾ നിൽക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് നമ്മൾ പറയാൻ, omnivores especially. ഓക്കെ, സോ രണ്ട് രീതിയിലുള്ള ഫുഡ് ചെയിൻ ഉണ്ടെന്നുള്ളത് നേരത്തെ മെൻഷൻ ചെയ്തിട്ടുള്ളതാണ്. എന്ത് ഫുഡ് ചെയിൻ ആണെങ്കിലും എനർജി ട്രാൻസ്ഫർ നടക്കുന്നത് ഇസ് ഫ്രം ദി പ്രൈമറി ട്രാൻസ്ഫർ പ്രൊഡ്യൂസേഴ്സിനാണ്. ഓക്കെ, സോ യു ഹാവ് ഗ്രേസിംഗ് ഫുഡ് ചെയിൻ ഉണ്ട്, ഡെട്രൈറ്റിയൽ ഫുഡ് ചെയിനും ഉണ്ട്, ഡീകമ്പോസിഷനുമായി ബന്ധപ്പെട്ടുള്ള ഫുഡ് ചെയിൻ ആണ്. ബട്ട് യൂഷ്വലി ഡെട്രൈറ്റിക് ഫുഡ് ചെയിൻ ഇസ് കണക്റ്റഡ് ടു എ ഗ്രേസിംഗ് ഫുഡ് ചെയിനോട് കണക്റ്റഡ് ആണ്. ഇൻഡയറക്ട്ലി അല്ലെങ്കിൽ ഡയറക്ട്ലി കണക്റ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. എല്ലാ ലെവലിലും ദർ ഇസ് എനർജി ലോസ് ഇൻ ദ ഫോം ഓഫ് റെസ്പിറേഷൻ ആൻഡ് മെറ്റബോളിസം. ഓക്കെ, ആൻഡ് ദി ആർ ഓൾ ഇന്റർ കണക്റ്റഡ്. ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരുപാട് ഇന്റർ കണക്റ്റിംഗ് ആയിട്ടുള്ള ഫുഡ് ചെയിൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫുഡ് വെബ് എന്ന് പറയുന്നത്. പല രീതിയിലുള്ള ഫുഡ് ചെയിൻ ഉണ്ട്. ഫോറസ്റ്റിലുള്ള ഫുഡ് ചെയിൻ ആണ് അവിടെ കാണിച്ചിരിക്കുന്നത്. പ്ലാങ്ക്ടൺ കമ്മ്യൂണിറ്റിയിലുള്ള ഫുഡ് ചെയിനുള്ള എനർജി ട്രാൻസ്ഫർ കാണിച്ചിട്ടുണ്ട്. ഗ്രാസ് ലാൻഡ് കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ ഇൻ ദി സ്ട്രീംസ് അല്ലെങ്കിൽ അക്വാട്ടിക് ആയിട്ടുള്ള ഇതിനകത്ത് അക്വാട്ടിക് ആയിട്ടുള്ള സ്ട്രീംസ്, പോണ്ട്, അതിലൊക്കെ ഉണ്ട്. സോ എങ്ങനെയാണ് എനർജി വരുന്നത്, നെറ്റ് പ്രൊഡക്ടിവിറ്റി എങ്ങനെയാണ്, ആ സിസ്റ്റത്തിലോട്ട് എങ്ങനെയാണ് എനർജി വരുന്നത്, അങ്ങനത്തെ ഒരു ഡയഗ്രാമാണ് കാണിച്ചത്. ഏറ്റവും കൂടുതൽ റെസ്പിറേഷൻ വഴി എനർജി ഏത് സിസ്റ്റത്തിലാണ് പോകുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ട്. അത് കൂടാതെ അക്വാട്ടിക് സിസ്റ്റം നോക്കുകയാണെങ്കിൽ രണ്ട് രീതിയിലാണ് എനർജി ഈ പറഞ്ഞ പോലെ ഇതിനകത്തോട്ട് കയറുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓർഗാനിക് മാറ്റർ ഇതിനകത്തോട്ട് വരുന്നത്. ഒന്ന് നെറ്റ് പ്രൊഡക്ടിവിറ്റി വഴി ഓർഗാനിക് മാറ്റർ സർക്കുലേറ്റ് ചെയ്യും, സാധാരണ ഫുഡ് ചെയിൻ പോലെ തന്നെ. ബട്ട് അതുകൂടാതെ ഡീകമ്പോസിഷൻ നടക്കുന്ന സമയത്ത് ചില സമയത്ത് സെറ്റിൽ ആവുന്നത്, അതായത് ടെറസ്ട്രിയലിലുള്ള ഡീകമ്പോസിഷൻ നടന്നാൽ ഇവിടെ ഒന്ന് സെറ്റിൽ ആവുന്ന രീതിയിൽ കാണാൻ പറ്റും കാച്ച്മെന്റ് ഏരിയാസിലൊക്കെ. ഓക്കെ, ഫ്രം ടെറസ്ട്രിയൽ കാച്ച്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതുണ്ട്. അതൊരു ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഡെഡ് ഓർഗാനിക് മാറ്റർ can also come from the terrestrial catchment areas into the aquatic എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പിക്ചർ ആക്ച്വലി ഇട്ടിട്ടുള്ളത്. ഓക്കെ, സോ എവറി എനർജി ഓരോ സക്സസീവ് ലെവലിലോട്ടും പോകുന്ന രീതിയിൽ എനർജി ലോസ് ഉണ്ട്. ഓരോ ട്രോഫിക് ലെവലിലും പോകുന്തോറും ദർ ഇസ് എനർജി ലോസ്. And according to Linman's efficiency principle or theory, only 10% is captured through the next അല്ലെങ്കിൽ preceding ആയിട്ടുള്ള ട്രോഫിക് ലെവലുകളിൽ only 10% is actually being captured. ഓക്കെ, അങ്ങനത്തെ രീതിയിൽ ലോട്ട് ഓഫ് എനർജി ഇസ് ബീങ് ലോസ്റ്റ്. ഓക്കെ, അതാണ് പറഞ്ഞു വരുന്നത്. സോ അത് കാണിക്കുന്ന രീതിയിലുള്ള ഒരു ഗ്രാഫ് ഇവിടെ കാണിച്ചിട്ടുള്ളൂ. 10% ലോ ആണ് പ്രധാനമായിട്ട് ഇവിടെ കാണിച്ചിട്ടുള്ളത്. സോ എനർജി ഈസ് ആക്ച്വലി ട്രാൻസ്ഫറിങ് ഫ്രം വൺ ട്രോഫിക് ലെവൽ ടു അനദർ, ആൻഡ് ദർ ഇസ് ലോസ് ഓഫ് എനർജി അക്കോർഡിംഗ് ടു ദി second law of thermodynamics. Okay, so because a lot of entropy അവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യമാണ് അവിടെ ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നത്. ഇത്രയും പറയുന്നുള്ളൂ. പിന്നെ ബയോജിയോ കെമിക്കൽ സൈക്കിൾസിനെ കുറിച്ച് നമുക്ക് 3 സെമിനാറുകൾ ഉണ്ടായിരുന്നത്. അതിൽ കാർബൺ സൈക്കിൾ ആരും എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. നൈട്രജൻ സൈക്കിൾ ഓൾറെഡി എടുത്തിട്ടുണ്ട്. ഫോസ്ഫറസ് സൈക്കിളും ഇതുപോലെ ഞാൻ ആർക്കോ സെമിനാർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് പഠിക്കാവുന്ന ഒരു സിമ്പിൾ കാര്യമാണ് അതിനകത്തുള്ളത്. ബയോജിയോ കെമിക്കൽ സൈക്കിൾസ് 2 ടൈപ്പാണ് ഉള്ളത്. യു ഹാവ് ബേസിക്കലി ഗാഷ്യസ് ആൻഡ് സെഡൻറ്ററി സൈക്കിൾ ഉണ്ട്. ഏത് സൈക്കിൾ ആണെങ്കിലും അതിലൊരു റിസർവോയർ പൂളും ഉണ്ടാവും, ഒരു എക്സ്ചേഞ്ച് പൂളും ഉണ്ടാവും. റിസർവോയർ പൂളാണ് അതിന് മെയിൻ ആയിട്ട് ഈ പറഞ്ഞ എല്ലാ ഈ പറഞ്ഞ സൈക്കിൾ ചെയ്യുന്ന കോമ്പണൻസ് എല്ലാം തിരിച്ച് അവസാനം എത്തുന്ന ആ ഒരു പോർഷൻ റിസർവോയർ പൂൾ എന്ന് പറയും. എവിടെയാണ് എക്സ്ചേഞ്ച് നടക്കുന്നത് അതിനാണ് എക്സ്ചേഞ്ച് പൂൾ എന്ന് പറയും. ഗേഷ്യസ് സൈക്കിളിൽ പ്രധാനമായിട്ടും അറ്റ്മോസ്ഫിയർ ആണ് ഇൻവോൾവ് ചെയ്യുന്നത്. എന്നാൽ സെഡിമെന്ററി സൈക്കിളിൽ ബേസിക്കലി ഈ പറഞ്ഞ ലിത്തോസ്ഫിയർ ആണ് ഇൻവോൾവ് ചെയ്യുന്നത്. ഓക്കെ, എന്നാൽ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ചെയ്യുന്ന രീതിയിലാണ് കൂടുതൽ വരുന്നത്. മേജർ പോർഷൻ ഏതിലാണോ ഉള്ളത് അതിനനുസരിച്ചാണ് ഈ പറഞ്ഞ ഗേഷ്യസ് ആണ്, സെഡിമെന്ററി സൈക്കിൾ ആണ് പറയുന്നത്. പെർഫെക്റ്റ് ആൻഡ് ഇൻപെർഫെക്റ്റ് സൈക്കിൾ അല്ലെങ്കിൽ കംപ്ലീറ്റ് ആൻഡ് ഇൻകംപ്ലീറ്റ് സൈക്കിൾ എന്നുണ്ട്. വളരെ സ്റ്റഡി ആയിട്ട് നടക്കുന്ന സൈക്കിളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പെർഫെക്റ്റ്. അതായത് ഈ പറഞ്ഞ റിസർവോയർ പൂളിലോട്ട് കാര്യങ്ങൾ എത്തുന്ന അതേ സ്പീഡിൽ തന്നെ എക്സ്ചേഞ്ച് നടക്കുന്ന അങ്ങനത്തെ സൈക്കിൾ നമ്മൾ പെർഫെക്റ്റ് സൈക്കിൾ എന്ന് പറയും. എന്നാൽ കൂടുതൽ സമയവും ഈ പറഞ്ഞ പോലെ എക്സ്ചേഞ്ചിലോട്ടോ അല്ലെങ്കിൽ കൂടുതൽ സമയം റിസർവോയറിലോട്ടോ ഈ പറഞ്ഞ കോമ്പോണൻസ് നിൽക്കുന്ന കണ്ടീഷനിൽ ഉണ്ടെങ്കിൽ അതിന് ഇൻപെർഫെക്റ്റ് സൈക്കിൾ അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് സൈക്കിൾ. സൈക്ലിങ്ങിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാതെ കൂടുതൽ റിസർവോയറിലോട്ടോ അല്ലെങ്കിൽ കൂടുതൽ
എക്സ്ചേഞ്ച് പൂളിലോ ഈ പറഞ്ഞ കോമ്പണൻസ് ചെലവഴിക്കുന്ന ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ തിരിച്ച് എത്താനുള്ള ഡിലേ കൂടുതലുള്ള സൈക്കിൾസ് നമ്മൾ ഇൻപെർഫെക്റ്റ് അല്ലെങ്കിൽ ഇൻകംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറയും. ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് സൈക്കിൾസ് ഉണ്ട്. ഓക്കെ, ഒരു സൈക്കിളിലോട്ട് വേറൊരു സൈക്കിളിലോട്ട് ഇൻവോൾവ് ആവാത്ത രീതിയിലുള്ള സൈക്കിൾ നമ്മൾ ക്ലോസ്ഡ് സൈക്കിൾ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ പോലെ കാർബൺ സൈക്കിൾ എല്ലാം ക്ലോസ്ഡ് സൈക്കിളാണ്. എന്നാൽ ഓപ്പൺ സൈക്കിളിലാണ് ഈ പറഞ്ഞ സെഡിമെന്ററി സൈക്കിൾ എല്ലാം വരുന്നത്. കാരണം പല രീതിയിലാണ് അതിനകത്തോട്ട് ഇൻപുട്ട് വരുന്നത്. റിസർവോയർ പൂൾ മാറിക്കൊണ്ടേയിരിക്കുന്ന ഒരു കണ്ടീഷൻ. ദെൻ ഏതൊരു സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഡീകമ്പോസിഷൻ കാണാൻ പറ്റും. എക്സ്ക്രീറ്ററി ആയിട്ടുള്ള സൈക്കിൾ ഉണ്ടാവാം, റെസ്പിറേറ്ററി സൈക്കിൾ അതിനകത്ത് തന്നെ കാണാൻ പറ്റും. സോളാർ മീഡിയേറ്റഡ് ആയിട്ടുള്ള സൈക്കിൾസ്, പ്ലാന്റ് ഇൻവോൾവ് ആവുന്ന രീതിയിലുള്ള സൈക്കിൾ ഉണ്ടാവാം. ഫോസിൽസിന് റിസർവോയർ പൂൾ ഉണ്ടാവുന്ന രീതിയിലുള്ള ഫോസിൽ ഫ്ലൂവൽസ് ഒക്കെ വരുന്ന രീതിയിലുള്ള റിസർവോയർ പൂളുള്ള സൈക്കിൾസ് ഉണ്ടാവാം. ഓട്ടോലൈറ്റിക് കൂടുതലും ഈ പറഞ്ഞ പോലെ പ്ലാന്റിന് ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിലുള്ള സൈക്കിൾ ഉണ്ട്. വോൾക്കാനിക് ഇറപ്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള സൈക്കിൾസ് ഉണ്ട്. സിംബയോട്ടിക് പാത്വേനെ ഡിപ്പെൻഡ് ചെയ്യുന്ന രീതിയിലുള്ള സൈക്കിൾസ്, അങ്ങനെ പല രീതിയിലുള്ള ബയോജിയോ കെമിക്കൽ സൈക്കിൾസ് ഉണ്ട്. അതിലൊന്ന് നമുക്ക് പഠിക്കാനുള്ള കാർബൺ സൈക്കിളാണ്. വളരെ കോമൺ ആയിട്ട് നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ തന്നെ പഠിച്ചിട്ടുള്ള കാർബൺ സൈക്കിൾ ഉണ്ട്. 2 നൈട്രജൻ സൈക്കിളാണ്, വലിയൊരു സൈക്കിളാണ്. ഓക്കെ, രണ്ട് പ്രധാന എന്താണ് അവിടെ ഉള്ളത്, അമോണിഫിക്കേഷനും അതുപോലെ നൈട്രിഫിക്കേഷനും അതിന്റെ ഡീനൈട്രിഫിക്കേഷൻ വരുന്ന രീതിയിലുള്ള സൈക്കിൾസ് ആണ്. ഓക്കെ, അപ്പൊ അത് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളിൽ ഒന്നാണ് ഈ പറഞ്ഞ നൈട്രജൻ സൈക്കിൾ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സൈക്കിൾ, പഠിക്കാതിരിക്കരുത്. അത് സെമിനാറായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, വേറെ ഒരെണ്ണം ഫോസ്ഫറസ് സൈക്കിളാണ്. സെഡിമെന്ററി സൈക്കിളിന് എക്സാമ്പിൾ ആണ് ഈ പറഞ്ഞ ഫോസ്ഫറസ് സൈക്കിൾ. ഇറ്റ് ഇൻവോൾവ്സ് ലിത്തോസ്ഫിയർ ആണ് പ്രധാനമായിട്ടും അതിനകത്തുള്ളത്. അറ്റ്മോസ്ഫിയറിനെക്കാളും കൂടുതൽ ലിത്തോസ്ഫിയറും അതുപോലെ ഹൈഡ്രോസ്ഫിയറും ഇൻവോൾവ് ചെയ്യുന്ന രീതിയിലുള്ള പോർഷനാണ് ഈ പറഞ്ഞ സെഡിമെന്ററി സൈക്കിൾ. ഓക്കെ, അത്രയാണ് അബൌട്ട് ഈ പറഞ്ഞ ബയോജിയോ കെമിക്കൽ സൈക്കിൾസും അതുപോലെ എനർജറ്റിക്സിനെ കുറിച്ചും എനിക്ക് പറയാനുള്ളത്. ഓക്കെ,